നാരായണ 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 നാരായണ. പരമഭക്തനായ ഉദ്ധവൻ ബദരിയിലേക്ക് യാത്രയായ രംഗമാണ് വർണ്ണിച്ചത്. ഭഗവത് ഇച്ഛ അനുസരിച്ച് ദ്വാരകാവാസികളെല്ലാം മദ്യപിച്ച് മതോന്മത്തരായി പരസ്പരം തല്ലുകൂടി ഇല്ലാതെയായിട്ട് തീർന്നു. തടയാൻ ചെന്നിട്ടുള്ള ബലഭദ്രസ്വാമികളൊക്കെ ഇതും ഭഗവത് ഇച്ഛ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹവും തന്റെ ശരീരം ഉപേക്ഷിക്കുന്നതായ രംഗം. അഥ ത്രിംശത്തമോऽധ്യായ രാജോവാച തതോ മഹാഭാഗവത ഉദ്ധവൈ നിർഗദേവനം ദ്വാരവത്യാങ്കിമകരോത് ഭഗവാൻ ഭൂതഭാവന ബ്രഹ്മശാപോപസംസൃഷ്ടേ സ്വകുലേ യാദവൃഷഭ പ്രേയസീം സർവനേത്രാണാം തനും കഥമത്യജൽ പ്രത്യാകൃഷ്ടം നയനമബില യത്ര ലഗ്നം ന ശേകു കർണാവിഷ്ടം ന സരതി സദോ ന സരതി തതോ യൽ സദാമാത്മലഗ്നം ശ്രീർവാചാം ജനേതിരതിം യന്മാനം കവീനാം ഋട്വാജിഷ്ണോർയുധിരഥഗതം യത്തദർസാമ്യമീയൂ ഋഷിരുവാചാം ദിവിഭവ്യന്തരീക്ഷേത മഹോത്പാദാൻ സമുത്ഥിതാൻ ഋട്വാചീനാൻ സുധർമായാൻ കൃഷ്ണ പ്രാഹ യദോനിതം ഏതേ ഘോരാ മഹോത്പാദാ ദ്വാരവത്യായമകേതവ മുഹൂർത്തമപി നസ്ഥേയമത്ര നോ യദുപുംഗവാഹം സ്ത്രിയോ ബാലാശ്ച വൃദ്ധാശ്ച സംഘോദ്ധാരം വ്രജം ദ്വിധാ വയം പ്രഭാസം യാസ്യാമോ യത്ര പ്രത്യക്ഷ സരസ്വതി തത്ര അഭിഷിച്യ ശുചിയ ഉപോക്ഷ്യ സുതമാഹിതാഃ ദേവതാ പൂജയിഷ്യാമ സ്നപനാലേപനാർഹണൈ ബ്രാഹ്മണാം തു മഹാഭാഗാൻ കൃതസ്വസ്തേനാ വയം ഗോവോ ഹിരണ്യവാസോഭിർഗജാശ്വരതവേസ്മഭിः ഇതിരേഷ ഹ്യരിഷ്ടഘ്നോ മംഗളായ നമോത്തമം ദേവത്രിജഗവാം പൂജ്യാ ഭൂതേഷ പരമോ ഭവ ഇതി സർവേ സമാകർണ്യ യദുവൃദ്ധാ മധുദ്വിഷാം തഥേതി നൗഭിരുക്തീര്യ പ്രഭാസം പ്രയൂരഥൈ തസ്മിൻ ഭഗവതാദിഷ്ടം യദു ദേവേന യാദവാഃ ചക്രു പരമയാ ഭക്തിയാ സർവശ്രേയോപബൃംഹിതം തതസ്തസ്മിൻ മഹാപാനം പപർമൈരേകം മധു ദൃഷ്ടവിഭ്രംസിതാ ധിയോ യദ്രവൈർദ്രശ്യതേ മതി മഹാപാനാഭിമത്താനാം വീരാണാം ദൃപ്തചേതസാം ഇഷ്ടമായ വിമൂഢാനാ സംഘർഷസ്സു മഹാനഭൂത് യുയുധു ക്രോധസംരബ്ധാ വേലായാമ തദായിനാം ധനുർഭിരാസിഭിർഭല്ലേർഗദാഭിസ്തോമരഷ്ടിഭിः പദത്പദാഗീരഥകുഞ്ചരാദിഭിः ഖരോക്ഷഗോഭിർമഹിഷേർനരൈരഭിः നിധസമേത്യാശ്വതരയ്യ സുദുർമധാ ജ്ഞഹൻ ചരേർഭിരിവദ്വ്യഭാവനേ പ്രദ്യുമ്നസാംബോയുധേ രൂഢമത്സരാവക്രൂരഭോജാവനിരുദ്ധസാത്യഃ സുഭദ്രവംഗ്രാമതിതോ സുധാരണോ ദിതോ ഗതോ സുമിത്രാസുരഥോ സമീയതോ അന്യേ ചേ വൈ വിശദോന്മുഖാദയ സഹസ്രജിച്ഛതജിദ്ഭാനുമുഖ്യാം അന്യോന്യമാസാദ്യമദാന്ധകാരിദാജിഗ്നുർമുകുന്ദേന വിമോഹതാ വൃശം ദാശാർഹവിഷ്ണു അന്ധകഭോജസാത്പുദാമധ്വർപുദാമാധുരശൂരസേന വിസർജനാഃ കുകുരാകുന്ദയശ്ചാമിതസ്തുതസ്തേധ വിസർജ്യ സൗഹൃദം പുത്രാ അയുധ്യം പിതൃഭിർഭ്രാതൃഭിശ്ച സ്വശ്രേയദൗഹിത്രാ പിതൃവ്യമാതുരൈ മിത്രാണി മിത്രൈഃ സുഹൃദ്സുഹൃദ്യജ്ഞാതീം ത്വഹഞ്ജാത ഏവ മൂഢാ ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭർജിഹ്വിരേരകാം താവദ്രകൽപാച ഭവൻ പരിഘാമുഷ്ടിനാഭൃതാം യജ്ഞോദ്ദിഷസ്തൈ കൃഷ്ണേന വാര്യബാണാസ്തു സംസതേ പ്രത്യനീകം മന്യമാനാ ബലഭദ്രം ച മോഹിതാ ഹന്തം തധിയോ രാജന്ന അപന്ന ആതദായിന അഥ താവപി സംവൃദ്ധാ ഉദ്യമ്യ ഗുരുനന്ദന ഏരകാമുഷ്ടിപരിഘവതരന്തൗ ജിഘ്നതുർയുധി ബ്രഹ്മജാപോപസൃഷ്ടാനാം കൃഷ്ണമായാവതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്യേ വൈണവോഗ്നിര്യഥാവനം ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ അവതാരിതോ ഭുവോ ഭാര ഇതി മേനേവ ശേഷിതാം രാമസമുദ്രവേലായാം യോഗമാസ്ഥായ പൗരുഷം തത്യാദിലോകം മാനുഷ്യം സംയോജ്യാത്മാനമാത്മനി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമനിര്യാണമാരോഗ്യ ഭഗവാൻ ദേവകീ സുധാ ഋഷസാധരോപസ്ഥേ തൂഷ്ണീമാസാദ്യ വിഫലം വിഫലചതുർഭുജം രൂപം ഭ്രാജിഷ്ണു പ്രഭയാ സ്തുയാ ദിശോഭിതമിരാകുർവൻ വിധൂമ ഇവ ഭാവക
ശ്രീവത്സാംഗം ഘനശ്യാമം ദത്തഹാടകവർത്തസം കൗശേയാംബരയുഗ്മേന പരിഭീതം സുമംഗളം സുന്ദരസ്മിതവക്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്വരന്മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗതൈ കാരണോപുരമുദ്രാഭികൗസ്തുഭേന വിരാജിതം വനമാലാപരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധീയ കൃത്ബോരോ ദക്ഷിണേ പാദമാസീനം മംഗജാരുണം മുതലാവശേഷായ ഖണ്ഡകൃതേഷു ലുബ്ധഗോചര മൃഗാസ്യാകാരം തച്ചരണം ദിവ്യാധമൃഗശങ്കയാ ചതുർഭുജം തം പുരുഷം ദൃഗ്വാസകൃതകിൽപിഷ ഏതപ്പപാദശിരാസാ പാദയോരസുരദ്വിഷ അജാനതാകൃതമിതം പാപേന മധുസൂദന ക്ഷന്തുമർഹസ്വാപസ്യ ഉത്തമ ശ്ലോക മേനഖ യസ്യാനുസ്മരണം നൃണാമജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യ തേ വിഷ്ണോ മയാ സാധകൃതം പ്രഭോ തന്മാശ്രീഹി വൈകുണ്ഠ പാപ്മാനം മൃഗലുബ്ധകം യഥാ പുനരഹം ത്വേവ ന കുര്യാം സദതിക്രമം യസ്യാത്മയോഗരജസുന്ന വിദുർവിരിഞ്ചോ രുദ്രാദയോസ്ത്യ തനയാഃ പദയോ ഗിരാമ്യേ ത്വന്മായയാ ഭേദദൃഷ്ടയ യതദഞ്ജാക്യം തസ്യതേ ഭയമസദ്ഗതയോ ഗൃണീമ ശ്രീഭഗവാനുവാച മാ ഭയർജരേ ത്വമുത്തിഷ്ഠ കാമ ഏഷ കൃതോ ഹി മേ യാഹി ത്വം മദനുജ്ഞാത സ്വർഗ്ഗം സുകൃതിനാം പദം ഇത്യാദിഷ്ടോ ഭഗവതാ കൃഷ്ണേനേച്ഛാശരീരിണ ത്രിപരിക്രമ്യതം നത്വാ വിമാനേന ദിവം യയോ ദാരുക കൃഷ്ണപദവീം അന്വിച്ഛന്നധിഗമ്യതാം വായും തുളസി കാമോദമാഗ്നായാഭിമുഖം യയോ തം തത്രാതിമദ്യുഭിരായുധേർവൃതം ഹ്യശ്വത്ഥമൂലേകതകേതനം പദ്യം സ്നേഹപ്ലുതാത്മാനിപപാദപാദയോരധാദവപ്ലുത്യസവലോചന അവശ്യതത്വച്ചരണാംബുജം പ്രഭോ ദൃഷ്ടിപ്രണഷ്ടാതമസി പ്രവിഷ്ട ദിശോ ന ജാനേ ന ലഭേത ശാന്തിം യഥാംശായാമുടുവേ പ്രണഷ്ടേ ഇതി ബ്രുവതി സൂതേ വൈ രഥോ ഗരുഡലാഞ്ജന കമുത്പപാദരാജേന്ദ്ര സാശ്വധ്വജൗദീക്ഷത തമന്നഗച്ഛൻ ദിവ്യാനി വിഷ്ണു പ്രഹരണാനി ച തേനാദിവിസ്മിതാത്മാനം സൂതമാഹ ജനാർദ്ദന ഗച്ഛദ്വാരപതിയും സൂതജ്ഞാതീനാം നിധനം മിഥ സംഘർഷണസ്യ നിര്യാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം ദ്വാരകായാം ജനസ്ഥേയം ഭവദ്ഭിശ്ച സുബന്ധുഭിः മയാ ത്യക്താം മൃദുപതിം സമുദ്ര പ്ലാവയിഷ്യതി സ്വം സംപരിഗ്രഹം സർവേ ആദായ പിതരൗചത അർജുനേനാവിതാഃ സർവ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യഥ ത്വന്തോ മദ്ധർമ്മമാസ്ഥായ ജ്ഞാനനിഷ്ഠ ഉപേക്ഷക മന്മായാരചനാമേതാം വിജ്ഞായോപശമം വ്രജ ഇത്യുക്തസ്ഥം പരിക്രമ്യ നമസ്കൃത്യ പുനഃ പുനഃ തത്പാദോശിഷ്ണുപാധായ മനാ പ്രയൗ പുരീം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ത്രിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തന്റെ ശരീരം ഉപേക്ഷിക്കുന്നതിനൊരു നിമിത്തമായിക്കൊണ്ട് ബ്രാഹ്മണ ശാപത്താൽ ഒരു ഇരുമ്പുലക്ക ഉണ്ടായത് യാദവന്മാര് രാഗിപ്പൊടിച്ച് കടലിൽ കലക്കുകയുണ്ടായി. ആ രാഗിപ്പൊടിച്ചതിൽ അവശേഷിച്ച ഒരു കഷ്ണം അതൊരു മീൻ മിഴുങ്ങി അതൊരു മുക്കുവന് കിട്ടി. അത് തന്റെ അസ്ത്രത്തിന്റെ അഗ്രത്തിൽ ബന്ധിപ്പിച്ചത് ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് അയച്ചത് ഭഗവാൻ സ്വീകരിച്ചു. ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാനായി ആകാംക്ഷയോട് ആകാശത്തിലെ സിദ്ധ ഗന്ധർവ ചാരണാദികളെല്ലാം ഔത്സുക്യത്തോടുകൂടി നോക്കി നിൽക്കണു. അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭഗവാൻ എവിടേക്ക് പോകുന്നു എന്നുള്ളത്. ഒരു ഇടിയൻ മിന്നൽ പോലെ അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഭഗവാന്റെ സ്വധാമഗമനം വർണ്ണിക്കണു അടുത്ത അധ്യായത്തില്. അഥേകത്രിംശത്തമോऽധ്യായ. ശ്രീശുക ഉവാച അഥ തത്രാഗമത് ബ്രഹ്മ ഭവാന്യാ ച സമം ഭവ മഹേന്ദ്ര പ്രമുഖാ ദേവാ മുനയഃ സപ്രജേശ്വരാഃ വിധരഃ സിദ്ധഗന്ധർവാ വിദ്യാധര മഹോരഗാഃ ചാരണായക്ഷരക്ഷാംസി കിന്നരാപ്സരസോദ്വിജ്യാ ദൃഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാഃ ഗായന്തശ്ച ഗൃണന്തശ്ച ചൗരേഃ കർമാണി ജന്മജ പവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിർനഭ കുർവന്തഃ സങ്കുലം രാജൻ ഭക്തിയാ പരമയായുതാഃ ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭോ സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേണ്യമീലയത് ലോകാഭിരാമം സുതനം ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമാവിശത്സുഖം.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ദിവിദുന്ദുഭയോ നേതു പേദോ സുമനസശ്ചഖ. സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തിച്ചാനുതം യയു. സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തി ശ്രീച്ചാനുതം യയു. ദേവാദയോ ബ്രഹ്മമുഖ്യ വിശന്തം സുധാമനി. അവിജ്ഞാതഗതിം കൃഷ്ണം വിസ്മിതാഃ. സൗദാമന്യായഥാകാശേ യാന്ത്യായിത്വാ പ്രമണ്ഡലം. ഗതിർന്ന ലക്ഷ്യതേ മത്തൈസ്തഥാ കൃഷ്ണസ്യ ദൈവതയ്യ. ബ്രഹ്മരുദ്രാദയസ്തേ ദൃഷ്ട്വാ യോഗഗതിം ഹരേ. വിസ്മിതാസ്താം സംസന്ത സ്വം സ്വം ലോകം യഹുസ്തധാ. രാജൻ പരസ്ഥിതനഭൃജനനാപ്യേഹ മായാവിഡംബരമവേഹ്യഥാ നരസ്യ. സൃഷ്ട്വാത്മനേതമനവിസ്യ വിഹൃത്യജാന്തേ സംഹൃത്യജാത്മമഹിമോ വരദ സാസ്തേ. മർത്യേന യോ ഗുരുസുതം വിമലോകനീതം വാം ജാനേച്ഛരണത പരമാത്രദഗ്ധം. യജ്ഞേന്തകാന്തകമപി സമസാവനീശ കിം സ്വാവനേ സനയൻ മൃഗയും സദേഹം. തഥാപ്യശേഷസ്ഥിതി സംഭവാപ്യേഷു അനന്യഹേതുര്യദശേഷശക്തിധൽ നൈച്ഛ പ്രണേതും അപുരത്ര ശേഷിതം മർത്തേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ. ഏതാം പ്രാതരുത്ഥായ കൃഷ്ണസ്യ പദവീം വരാം പ്രയതാകീർത്തയേൽഭക്ത്യാ രാമേവാപ്നോത്യനുത്തമാം. ദാരുകോ ദ്വാരകാമേത്യ വസുദേവോഗ്രസേനയോ പതിത്വാ ചരണാവസ്ത്രേന്യഷിഞ്ച കൃഷ്ണവിച്യുത. കഥയാമാസ നിധനം വൃഷ്ണീനാം കൃഷ്ണശോ നൃപ. തച്ഛ്രുത്വോഗ്നിഹൃദയാ ജനാഃ ശോകവിമൂർച്ഛിതാ. തത്ര സ്മത്വരിതാ ജഗ്മു കൃഷ്ണവിശ്ലേഷദിക്വല. യസവശേരദേ യത്ര ജ്ഞാതയോ ഗ്രന്ഥാനനം. ദേവകീ രോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്താ. വിജഹു സ്മൃതിം പ്രാണാം ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാതുരാ. ഉപഗുഹ്യ പതിം സ്ഥാത ചിന്താമാരുരുഹു സ്ത്രിയാ. ഉപഗുഹ്യ പതിം സ്ഥാത ചിതാമാരുരുഹു സ്ത്രിയാ. രാമപത്ന്യശ്ച തദ്ദേഹം ഉപഗുഹ്യാഗ്നിമാവിശൻ. വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീം ഹരേ സ്നുഷാ. കൃഷ്ണപത്ന്യോ വിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മിക. അർജുന പ്രേയസഖ്യു കൃഷ്ണസ്യ വിരഹാതുരാ. ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈ സദുക്തിഭിഃ. ബന്ധൂനാം നഷ്ടഗോത്രാണാം അർജുനഃ സാംബരായികം. ഹതാനാം കാരയാമാസ യഥാവദനുപൂർവശ. ദ്വാരകാമരുണാത്യക്താം സമുദ്രോപ്ലാവയക്ഷണാൽ വർജിത്വാ മഹാരാജ ശ്രീമദ്ഭഗവതാലയം. നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന. മൃത്യാശേഷാശുഭകരം സർവമംഗളമംഗളം. സ്ത്രീബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ. ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയൻ. ശ്രുത്വാ സുഹൃത്പഥം രാജൻ അർജുനാ തേ പിതാമഹ. ത്വാം തു വംശധരം കൃത്വാ ജഗ്മു സർവേ മഹാപഥം. യ ഏതൽ ദേവദേവസ്യ വിഷ്ണോഃ കർമാണി ജന്മജാം. കീർത്തയേൽ ശ്രദ്ധയാമർത്യ സർവപാപൈ പ്രമുച്യതേ. ഇത്തം ഹരേർഭഗവതോരുചിരാവതാര വീര്യാണി ബാലചരിതാനി ച ശംതമാനി. അന്യത്ര ചേഹശ്രുതാനി ഗൃണന്മനുഷ്യോ ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ഭക്തിം പരാം പരമഹംസഗതൗ ലഭേത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വയ്യാസഖ്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഏകത്രിംശത്തമോऽധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ സ്വധാമഗമനം വർണ്ണിച്ചുകൊണ്ട് ഏകാദശ സ്കന്ധം സമർപ്പിച്ചു. ദ്വാദശ സ്കന്ധം ആരംഭിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശ സ്കന്ധ അഥ പ്രഥമോऽധ്യായ. രാജോവാച സ്വധാമാൻ കഥേ കൃഷ്ണേ യദ് വംശ വിഭൂഷണേ. കസ്യ വംശോ ഭവൽ പൃഥിവ്യാമേതദാചക്ഷ്വമേ മുനി. ശ്രീശുക ഉവാച യോന്ത്യ പുരഞ്ജയോ നാമ ഭാവ്യോ ബാർഹത്രഥോ നൃപ. അസ്യാമാത്യസ്തു ശനകോ ഹത്വാ സ്വാമിനമാത്മജിം. പ്രദ്യോതസംജ്ഞം രാജാനം കർത്തായ പാലകസുത. വിശാഖയോപത്തത്പുത്രോ ഭവിത രാജകസ്തത. നന്ദിവർദ്ധന തത്പുത്ര പഞ്ചപ്രദ്യോതന ഇമേ.
अष्टत्रिंशोत्तरशतं भोक्ष्यन्ति पृथिवीन्द्रभाः शिशुनागस्ततो भाव्य काकवर्णस्तु तत्सुधा क्षेमधर्मा तस्य सुधा क्षेत्रज्ञ क्षेमधर्मज्ञा इति सारसुतस्याजातशत्रुर्भविष्यति दर्भगतल्सुतो भावी दर्भगत्याजय स्मृता नन्दिवर्धन आज्येयो महानन्दी सुतस्तदा शिशुनागादिशे वेदे षष्टुत्तरशतत्रयं समाभोक्ष्यन्ति पृथिवीङ्गुरिश्रेष्ठ कलौ नृपा महानन्दी सुतो राजन् सूत्रीगर्भोद्भवो बली महापद्मपदी कश्चिन् नन्दक्षत्रविनाशर ततो नृपा भविष्यन्ति शूद्रप्रायास्त्वधार्मिका स एकच्छत्रां पृथिवीम् अनुलङ्घित शासन शासिष्यति महापद्मो द्वितीय इव भार्गवा स एकच्छत्रां पृथिवीम् अनुलङ्घित शासन स एकच्छत्रां पृथिवीम् अनुल्लङ्घित शासन शासिष्यति महापद्मो द्वितीय इव भार्गवा तस्य ज्येष्ठो भविष्यन्ति सुमाल्य प्रमुखा सुधा य इमां भोक्ष्यन्ति महीं राज्यानस्मशतं समाः नवनन्दान् द्विजा कश्चिल् प्रपन्नान् धरिष्यति तेषामभावे जगतीं मौर्या भोक्ष्यन्ति वै कलौ स एव चन्द्रयुक्तं वै द्विजो राज्ञीभिषेक्ष्यति तत्सुतो वारिसारस्तु ततश्चाशोकवर्धना सुयशा भविता तस्य सङ्गता सुयशस्सुता शालीशुकस्ततस्तस्य सोमशर्मा भविष्यति शतधन्वादस्तस्य भविता तद्बृहद्यथा मौर्याख्येदय दशनर्वाः सप्तत्रिंशच्छतोत्तरं समाभोक्ष्यन्ति पृथिवीं कलौ गुरुकुलोद्वः हत्वा बृहद्रथं मौर्यं तस्य सेनापति कलौ पुष्पमित्रस्तु शुङ्गाः क्व स्वयं राज्यं तिरिष्यति अग्निमित्रस्तस्मात् सुज्येष्ठोऽथा भविष्यति वसुमित्रो भद्रगश्च पुलिन्दो भविता तथा ततो घोषसुतस्तस्मात् वज्रमित्रो भविष्यति ततो भागवतस्तस्मात् देवभूतिरिति श्रुता शुङ्गादिशैतय भोक्ष्यन्ति भूमिं वर्षतथा अधिकं तदा कण्वानियं भूमिर्यास्यत्यल्पगुणान् नृपा शुङ्गं हतो देवभूमिं शुङ्गं हत्वा देवभूतिं कण्वमात्यस्तु कामिनं स्वयं गरिष्यते राज्यं वसुदेवो महामती तस्य पुत्रस्तु भूमित्रस्तस्य नारायणस्तुता नारायणस्य भविता सुशर्मा नाम विश्रुता काण्वायनायमाय भूमिं चत्वारिंशच्च पञ्चच शतानि त्रीणि भोक्ष्यन्ति वर्षाणां च कलौ युगे हत्वा काण्डं सुशर्मानन्दभृत्यो वृषलोबली यां भोक्ष्यत्यन्ध्रजातीया कञ्चित्कालमसत्तमा कृष्णनामासभ्राता भविता पृथिवीपति श्रीशान्तकर्णतल्पुत्र पौर्णमासस्तु तल्सुता लम्बोदरस्तु तल्पुत्र तस्माच्च बिलगो नृपा मेघस्वादिश्च बिलगा दडमानस्तु तस्य च अनिष्टकर्माः लेयस्थलकस्तस्य च प्रजा पुरीषभीरुस्तल्पुत्र सधोर्याद्या सुनन्दन चकोरो बहवो यत्र शिवस्वादिररिन्दमा तस्यापि गोमदीपुत्र पुदीमान् भविता तथा मेधशिराशिवस्कन्दो यज्ञश्रीस्तल्सुतस्तथा विजयस्तल्सुतो भाव्य चन्द्रविज्ञासलो मधी एते त्रिंचन्द्रपदया चत्वार्यब्दशतानि च षट्पञ्चाशश्च पृथिवीं भोक्ष्यन्ति कुरुनन्दन सप्ताभीरा आवभृत्या दशकृतभिनो नृपा गङ्गा षोडश भूपाला भविष्यन्ति अधिलोलभा तदोष्टो यवना भाव्या चतुर्दशतुरुष्कका भूयोदश गुरुण्ढश्च मौना एकादशैवतु एतय भोक्ष्यन्ति पृथिवीं दशवर्षशतानि च नवाधिकान् च नवदीं मौना एकादशक्षितिं भोक्ष्यन्ति अब्दशतान्यङ्ग त्रीणि दैः संस्थिते तथा किलिकिलायन्द्रपदयो भूतनन्दोऽथ वङ्गी शिशुनन्दी च भ्राता यशोनन्दी प्रवीरक इत्येते वै वर्षशतं भविष्यन्ति अधिकानि षट् तेषां त्रयोदशस्तुता भवितारश्च बालिका पुष्पमित्रोऽथ राजन्यो धर्मित्रोऽस्य तथैव च एककाला इमे भूपा सप्तान्ध्रा सप्तकोसला विदूरपतयो भाव्या निषधास्तद एव हि मागधानान्तु भविता विश्वस्फूर्तिपुरञ्जया करिष्यत्यपरो वर्णान् कुलिन्दयदुमद्रगान् प्रजाश्च ब्रह्मभूयिष्ठा स्थापयिष्यति दुर्मति वीर्यवान् क्षत्रमुत्साद्य पद्मवत्यां स वै अनुगङ्गामा प्रयागं युक्तां भोक्ष्यति मेदिनीं सौराष्ट्र आवन्त्यभीराश्च शूरा अर्बुदमालवा प्रात्याद्या भविष्यन्ति शूद्रप्रायादिनाधिपा सिन्धोस्तडं चन्द्रभागां कौञ्जीं काश्मीरमण्डलं भोक्ष्यन्ति शूद्रा प्रात्याद्या म्लेच्छाश्च ब्रह्मवर्चसा तुल्यकाला इमे राजं म्लेच्छप्रायाश्च भूभृता एते धर्मानृतपरा फल्गुदाते प्रपञ्चवा त्रिबालकोऽतिजघ्नाश्च वरदार्धनादृता उदिता समितप्रायाल्पसत्त्वाल्पकायुषा
असंस्कृता क्रियाहीना रजसा तमसा वृथा प्रजास्ते भक्षयिष्यन्ति म्लेच्छाराजन्यरूपिणा तन्नाथास्ते जनपदा तच्छीलाचारवादिना अन्योन्यतो राजभिश्च क्षयं यास्यन्ति पीडिता। श्रीकृष्णार्पणमस्तु। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे प्रथमोऽध्यायः। सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द। ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചതും കലികാലം ആരംഭിക്കണം. കലികാലത്ത് ഉണ്ടാകാൻ പോകുന്ന രാജവംശങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചു. കലികാലത്ത് അധാർമികതയുടെ മൂർധന്യത്തില് ഭഗവാൻ തന്നെ പുതിയൊരു അവതാരം സ്വീകരിക്കുന്നു, കൽക്കി അവതാരം. ആ വരാൻ പോകുന്ന അവതാരത്തെ കുറിച്ചുകൂടി ഇവിടെ പ്രതിപാദിക്കുന്നു. അഥ ദ്വിതീയോധ്യായ ശ്രീശുക ഉവാച തതശ്ചാനുദിനം ധർമ്മ സത്യം ചൗചം ക്ഷമാദയ കാലേന ബലിനാ രാജൻ നക്ഷ്യന്ത്യായുർബലം സ്മൃതി ഇത്തമേവ കലോ നൃണാം ജന്മാചാര ഗുണോദയ ധർമ്മന്യായ വ്യവസ്ഥായാം കാരണം ബലമേവ ഹി ദാമ്പത്യേഭിരുചിർഹേതു മായേവ വ്യാവഹാരികേ സ്ത്രീത്വം ത്വേ ചൈരതിർ വിപ്രത്വേ സൂത്രമേവ ഹി ലിംഗമേവാശ്രമഖ്യാതാവ് അന്യോന്യാവസ്തി കാരണം അവൃത്യാന്യായ ദൗർബല്യം പാണ്ഡിത്യേജ അവലം വച അനാഢ്യാദൈവ സാധുത്വേ സാധുത്വേ ദംഭ ഏവതു സ്വീകാര ഇവാചോദ്വാഹേ സ്നാനമേവ പ്രസാദനം ദൂരേ വാദ്യേനം തീർത്ഥം ലാവണ്യം കേശധാരണം ഉദരം ഭരദാസ്വാർത്ഥ സത്യത്വേധാഷ്ടമേവ ഹി രാക്ഷ്യം കുടുംബഭരണം യശോർത്ഥയ ധർമ്മസേവനം ഏവം പ്രജാഭിർദുഷ്ടാഭിരാഗീർണേക്ഷിതി മണ്ഡലേ ബ്രഹ്മവിക്ഷത്രശൂദ്രാണാം യോ ബലീ ഭവിതാ നൃപ പ്രജാ ഹി യുദ്ധരാജന്യേർനിർഗണയർധർമ്മഭി ആച്ഛിന്നാചാരദ്രവിണായാസന്തികരികാനനം ശാഖാമൂലാമിഷക്ഷൗദ്ര ഫലപുഷ്പാഷ്ടിഭോജന അനാവൃഷ്ട്യാവനക്ഷന്തി ദുർഭിക്ഷകരപീഡിത ശീതവാദാതപപ്രാവൃഹിമൈരന്യോന്യത പ്രജ്ഞാ ക്ഷുദ്രഭ്യാം വ്യാധിഭിശ്ചൈവ സന്തപ്സ്യന്തേ ചിന്തയാ 30 വർഷാണി പരമായു കലോ നൃണാം ക്ഷീയമാണേഷു ദേഹേഷു ദേഹിനാം കരിദോഷത വർണ്ണാശ്രമവതാം ധർമ്മേ നഷ്ടേ വേദപഥേ നൃണാം ആഖണ്ഡപ്രചുരേ ധർമ്മേ ദസ്യുപ്രായേഷു രാജസു ചൗര്യാനൃതാവൃതാഹിംസാ നാനാവർത്തിഷു വൈനൃഷു ശൂദ്രപ്രായേഷു വർണ്ണേഷു ഛാഗപ്രായാസു ധേനുഷു ഇരപ്രായേഷു ആശ്രമേഷു യൗനപ്രായേഷു ബന്ധുഷു അണുപ്രായാസു ഓഷധീഷു സമീപ്രായേഷു സ്ഥാസ്നുഷു വിദ്യുത്പ്രായേഷു മേഘേഷു ശൂന്യപ്രായേഷു സത്മസു ഇത്തം കലോകതപ്രായേ ജനേതു ഖരധർമ്മിണി ധർമ്മത്രാണായ സത്വേന ഭഗവാനവതരിഷ്യതി ചരാചര ഗുരോർവിഷ്ണോരീശ്വരസ്യാഖിലാത്മന ധർമ്മത്രാണായ സാധൂനാം ജന്മകർമാവനുത്തയേ ശംഭളഗ്രാമമുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മന ഭവനേ വിഷ്ണുയശസ കൽക്കി പ്രാദുർഭവിഷ്യതി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അശ്വമാശകമാരുക്യദേവദത്തം ജഗത്പതി ആസിനാസാധുമനമഷ്ടൈശ്വര്യ ഗുണാൻവിത വിചരന്നാസുനാക്ഷോണ്യാം ഹയേന പ്രതിമദ്യുതി നൃപലിംഗച്ഛതോദസ്വൻ കോടിസോ നിഹനിഷ്യതി അതേഷാം ഭവിഷ്യന്തി മനാംസി വിശദാനി വൈ വാസുദേവാംഗരാഗ്യാദി പുണ്യഗന്ധാനിലസ്പൃശാം പൗരജാനപദാനാം വൈ അതേഷ്വഖിലദസ്യുഷു തേഷാം ഹൃദയാവിസർഗസ്ഥവിഷ്ട സംഭവിഷ്യതി വാസുദേവേ ഭഗവതി സപ്തമൂർത്തോ ഹൃദി സ്ഥിതേ യഥാവതീർണോ ഭഗവാൻ കൽക്കിർധർമ്മപതിർഹരി കൃതം ഭവിഷ്യതി തദ്യാ പദ്യാസൂതിശ്ച സാത്വികി യഥാ ചന്ദ്രശ്ച സൂര്യശ്ച തഥാ തിഷ്യത് ബൃഹസ്പതി ഏകരാശൗ സമേക്ഷ്യന്തി തഥാ ഭവതി തത്കൃതം യേതി വർത്തമാനായ ഭവിഷ്യന്തി ച പാർത്ഥിവാ തേത ഉദ്ദേശത പ്രോക്ത വംശീയാ സോമസൂര്യോ ആരഭ്യ ഭവതോ ജന്മ യാവന്നന്ദ അഭിഷേചനം ഏതൽവർഷസഹസ്രം തു ശതം പഞ്ചദശോത്തരം സപ്തർഷീണാം ദ്വയോ പൂർവൗ ദൃശ്യതേ ഉദിതോ ദിവി തയോർമധ്യനക്ഷത്രം ദൃശ്യതേ യൽ സമം നിശി തേനൈവ യുക്താ തിഷ്ഠന്തി അബ്ദശതം നൃണാം തേ ദ്വിതീയേ ദ്വിയാഃ കാലേ അഭിനാജാശതാമഖാം വിഷ്ണോർഭഗവതോ ഭാനു കൃഷ്ണാക്ഷോസോ ദിവംഗത തദാവിശൽക്കരിർലോകം പാപേയദ്രമതേ ജിന
यावल् सपादपद्माभ्यां प्रसन्नास्ते रमापति तावत् कलिर्वै पृथिवीं पराक्रान्तुं न चाशकत् यदा देवर्षय सप्तां मखासु विचरन्ति तदा प्रवृत्तस्थो कलिर्द्वादशाब्दशतात्मका तदा यदा मखाभ्यो यास्यन्ति पूर्वाषाढां महर्षया तदा नन्दात् प्रभृत्येषा कलिर्वृत्तिं गमिष्यति यस्मिन् कृष्णोदिवं यादत् तस्मिन्नेव तदात्मनि प्रतिपन्नं कलियुगमिति प्राहुः पुरा विदा दिव्याब्दानां सहस्रान्ते दूर्धेषु पुनः कृतं भविष्यति यदा नृणां मन आत्मप्रकाशकम् इत्येषा मानवो वंशो यथा संख्यायते भुवि तथा शूद्रविप्राणां शास्त्राज्ञयो युगे युगे एतेषां नामलिङ्गानां पुरुषाणां महात्मनां कथामात्र अवशिष्टानां कीर्तिरेव स्थिता भुवि देवाभिचन्दनोर्भ्राता मरुश्चेक्ष्वागुवंशजा कलापग्राम आसादे महायोगबलान्वितौ ताविहैत्यकलेरन्ते वासुदेवान् शिक्षितौ वर्णाश्रमयुतं धर्मं पूर्ववल् कथयिष्यता कृतं त्रेताद्भावरं च कहिश्चेति चतुर्युगम् अनेन क्रमयोगेन भुवि प्राणिषु वर्तते राजन्नेते मया प्रोक्ता नरदेव तथा परे होमो ममत्वं कृत्वा अन्ते हित्वेमान् धनं गतां क्रमविड्भस्मसंज्ञान्ते राजनाम्नो अपि यस्य च भूतधृतकृते स्वार्थक्यं वेद निरेवयता कथं सेयमखण्डाभूः पूर्वैर्मे पुरुषैर्धृता तत्पुत्रस्य च पौत्रस्य मल्पूर्वा राजवं वंशजस्य वा तेजोभिन्नमयं कायं गृहीत्वा आत्मतया बुधा मह्ये ममतया चोभो गृहीत्वान्ते दर्शनं कदा ये ये भूपदेवराजन् भुज्यन्ति भुवमोजसा कालेन ते कदा सर्वे कथामात्रा कथासु च श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे द्वितीयोऽध्याय सर्वत्र गोविन्द नाम संकीर्तनम् नारायण नारायण। ओं नमो भगवते वासुदेवाय। अथ तृतीयोऽध्यायः। श्रीशुक उवाच दृष्ट्वात्मनिजये व्यग्रान् नृपान् हसति भूरियम् अहो मा विजिगीषन्ति मृत्यो क्रीडनका नृपाः काम एष नरेन्द्राणां मोघः स्याद्विदुषामपि येन फेनोपमे पिण्डे येति विश्रम्भिता नृपाः पूर्वं निर्जित्य षड्वर्गं जेष्यामो राजमन्त्रिणा ततः सचिवपौरात्पतकरीन्द्राणस्य कण्डकान् एवं क्रमेण जेष्याम पृथिवीं सागरमेखलाम् इत्याशाबद्धहृदया न पश्यन्त्यन्तिकन्तकं समुद्रावरणं जित्वा मां विशन्त्यधिमोजसा कियदात्मजयस्येतन्मुक्तिरात्मजये फलम् यां विसृज्यैव मनवस्तल्सुताश्च कुरुद्वः गता यथा गतं युद्धे तामां जेष्यन्त्यबुद्धया मल्कृते पितृपुत्राणां भ्रातॄणां चापि विग्रहः जायते ह्यसतां राज्ये ममताबद्धचेतसां ममैवेयं महीकृत्स्ना न ते मूढेति वादिनः स्पर्धमानां मिथो घुनन्ति म्रियन्ते मल्कृते नृपाः पृथुः पुरूरवागाधिर्नहुषो भरतोऽर्जुन मान्धातासगरो रामः खट्वाङ्गो धुन्धुहारघु तृणबिन्दुर्ययादिश्च शर्यादिश्चन्दनुर्गया भगीरथः कुवलयाश्वः ककुत्स्थो नैषधो नृगां हिरण्यकशिपुरपुत्रो रावणो लोकरावण नमुजिः शम्बरो भौमो हिरण्याक्षोऽथ तारका अन्ये च बहवो दैत्या राजानो ये महेश्वराः सर्वे सर्वविदशूराः सर्वे सर्वजितोजिताः ममतां मय्यवर्तन्ता कृत्वोच्चैर्मर्त्यधर्मिणां तथा अवशेषाः कालेन ह्यकृतार्थाः कृता विभो कथा इमास्ते कथिता महीयसां विदाय लोकेषु यशः परेयुषां विज्ञानवैराग्यविवक्षया विभो वचो विभूतिर्न तु पारमार्थ्यं यस्तु उत्तमश्लोकगुणानुवाद सङ्गीयते भीक्ष्णममङ्गलघ्ना तमेव नित्यं शृणुयादभीक्ष्णं कृष्णे अमलां भक्तिरभीप्समानां कृष्णे अमलां भक्तिमभीप्समानः राजोवाच केनोपायेन भगवन् कलेर्दोषान् कलौ जनाः विधमिष्यन्त्युपजितां स्तन्मे ब्रूहि यथा मुने युगानि युगधर्मांश्च मानं प्रलयकल्पयोः कालस्य ऐश्वर्यरूपस्य गतिं विष्णोर्महात्मनः। श्रीशुक उवाच कृते प्रवर्तते धर्मश्चतुष्पादत्यनिर्धृताः सत्यं दया तपोदानमिति पादा विभोर्नृपा सन्तुष्टाः करुणामैत्राः शान्ता दान्तास्तिदिक्षवाः आत्मारामास्तमदृशप्रायशः श्रवणाजिनाः त्रेतायां धर्मपादानां तुल्यांशो हीयते शनैः आधर्मपादैरनृतहिंसा सन्तोषविग्रहैः तदा क्रिया तपोनिष्ठानातिहिंस्रानलम्बडाः त्रैवर्गिकास्त्रयीवृद्धा वर्णा ब्रह्मोत्तरा नृपा तपस्तत्यदयादानैष्वर्थं ह्रसति द्वापरे हिंसा तुष्टि अनृतद्वेषैर्धर्मस्य अधर्मलक्षणैः यशस्विनो महाशालाः स्वाध्यायाध्ययने रताः आढ्याः कुटुम्बिनो हृष्टा वर्णाः क्षत्रद्विजोत्तराः
कलौ तु धर्महेतूनां तुज्यांशो धर्महेतुभिः एधमाने ईक्षीयमाणो ह्यन्तेऽसोऽपि विनङ्क्ष्यति तस्मिन् लब्धा दुराचारा निर्दया शुष्कवैरिणः दुर्भगा भूरिदर्शाश्च शूद्रदाशोत्तराः प्रजयाः सप्तमृजस्तम इति दृश्यन्ते पुरुषे गुणाः कालसञ्चोचितास्ते वै परिवर्तन्त आत्मनि प्रभवन्ति यदा सत्त्वे मनोबुद्धीन्द्रियाणि च तदा कृतयुगं विद्या ज्ञाने तपसि यदृजि यदा धर्मार्थकामेषु भक्तिर्भवति देहिनां तदा त्रयता रजो वृत्तिरिति जानीहि बुद्धिमन् यदा लोभस्त्वसन्तोषो मानो दम्भो अथ मत्सरः कर्मणां चापि काम्यानां द्वापरं तद्रजस्तमः यदा माया अनृतं तन्द्रा निद्रा हिंसा विषादनं शोको मोहो भयं दैन्यं सकलितामसस्मृता यस्मात् क्षुद्रदृशो मर्त्या क्षुद्रभाग्या महाशनाः कामिनो वित्तहीनाश्च स्वैरिण्यश्च श्रियोऽसतिः दस्युल्कृष्टा जनपदा वेदा पाखण्डदूषिता राजानश्च प्रजाभक्षाश्चिष्णो दरपराद्विजाः अव्रतावडवो शौचाभिक्षवश्च कुटुम्बिनां तपस्विनो ग्रामवासा निन्यासिनोऽत्यर्थलोलुपा ह्रस्वकाया महाहारा भूर्यपत्यागतह्रियां शश्वल्कटुकभाषिण्यश्चौर्यमायोरुसाहसाः पणयिष्यन्ति वै क्षुद्राः किराडाः कूटकारिणः अनापद्यपि मंस्यन्ते वार्तां साधु जुगुप्सिताम् पतिं त्यक्षन्ति निर्द्रव्यं भृत्या अप्यखिलोत्तमं भृत्यं विपन्नं पतयः कौलङ्गाश्चापयस्विनी पितृभ्रातृसुहृत्यादीन् हित्वा सौरथ सौहृदा नानान्द्रस्यालसम्पाद्य दीनास्त्रयिणाः कलौ नराः शूद्रा प्रतिगृहीष्यन्ति तपोवेषोपजीविना धर्मं वक्ष्यन्ति अधर्मज्ञा अधिरुह्योत्तमासनं नित्यम् उद्विग्नमनसो दुर्भिक्षकरकलिशिताः निरन्ने भूतले राजन्यनावृष्टिभयातुराः वासोन्नपानशयनव्यवाय स्नानभूषणैः हीनाः पिशाचसन्दर्शा भविष्यन्ति कलौ प्रजयाः कलौ कागिणिकेऽप्यर्थे विगृह्यत्यत्र सौहृदा यक्ष्यन्ति च प्रियान् प्राणान् हरिष्यन्ति स्वकानपि न रक्षिष्यन्ति मनुजाः स्थविरौ पितरावपि पुत्रान् सर्वार्थकुशलान् क्षुद्राश्चिष्णोदरं हराः कलौ न राजन् जगतां परं गुरुं त्रिलोकनाथानतपादपङ्कजं प्रायेण मर्त्या भगवन्तमच्युतं यक्ष्यन्ति पाखण्डविभिन्नचेतसा यन्नामधेयं म्रियमाण आतुरः पतन् स्खलन् वा विवशो गृह्णन् पुमान् विमुक्तकर्मार्गल उत्तमां गतिं प्राप्नोति यक्ष्यन्ति नतं कलौ जनाः पुंसां कलिकृतान् दोषान् द्रव्यदेश आत्मसम्भवान् सर्वान् हरति चित्तस्थो भगवान् पुरुषोत्तमः श्रुतः सङ्कीर्तितो ध्यातः पूजितश्च आदृतोऽपि वा नृणां धुनोति भगवान् हृत्स्थो जन्म आयुधाशुभं यथा हयं निस्थितो वह्निर्दुर्वर्णं हन्ति धातुजम् एवमात्मगतो विष्णुर्योगिनामशुभाशयं विद्यातपप्राणनिरोधमैत्रीतीर्थाभिषेकव्रतदानयज्ञैः न अत्यन्तशुद्धिं लभतेऽन्तरात्मा यथा हृदिस्थे भगवत्यनन्ते तस्मात् सर्वात्मना राजन् हृदिस्थं कुरु केशवं म्रियमाणो ह्यवहितस्ततो यासि परां गतिं म्रियमाणैरभिध्येयो भगवान् परमेश्वरा आत्मभावं नयत्यङ्गा सर्वात्मा सर्वसंश्रया कलेर्दोषनिधे राजिन्यस्ति ह्येको महान् गुणः कीर्तनादेव कृष्णस्य मुक्तसङ्गः परं व्रजेल् कृते यध्यायतो विष्णुं त्रयतायां यजतो मखी द्वापरे परिचर्यायां कलौ तद्धरिकीर्तनाल् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे तृतीयोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द अथ चतुर्थोऽध्याय श्रीशुक उवाच कालस्ते परमाण्डमातिर्द्विपरार्धावधिर्नृप कथितो युगमानं च शृणु कल्पलयावपि चतुर्युगसहस्रं च ब्रह्मणो दिनमुच्यते स कल्पो यत्र मनवश्चतुर्दशपिक्ष्याम्बते तदन्ते प्रलयस्तावान् ब्राह्मीरात्रिर्दाहृदा त्रयो लोका इमे तत्र कल्पन्ते प्रलयाय हि एष नैमित्तिकप्रोक्तप्रलयो यत्र विश्वसृक् शेतयनन्दासनो विश्वमात्मसत्कृत्य च आत्मभू द्विपरार्धे त्वतिक्रान्ते ब्रह्मणः परमेष्ठिना तदा प्रकृतयः सप्र कल्पन्ते प्रलयाय वै एष प्राकृतिको राजिन् प्रलयो यत्र लीयते आण्डकोशस्तु सङ्घातो विघातो उपसाजिते पर्जन्यः शतवर्षाणि भूमौ राजन्न वर्षति तदा निरन्ये ह्यन्योन्यं भक्ष्यमाणाः क्षुधार्दिताः क्षयं यास्यन्ति शनकैः कालेन उपद्रुताः प्रजाः सामुद्रं दैहिकं भौमं रसं साम्वर्तको रवि रश्मिभिः पिबते घोरैः सर्वं नैव विमुञ्चति ततः साम्वर्तको वह्निः सङ्कर्षणमुखोत्थिता दहत्यनिलवेगोत्थः शून्यान् भूविवरानथ उपर्यथः समन्ताच्च शिखाभिर्वह्निः सूर्ययोः दह्यमानं विभात्यण्डं दग्धगोमयपिण्डवल् ततः प्रचण्डपवनोपवर्षाणामधिकं शतं परस्साम्वर्तको वाति धूम्रं खं रजसावृतं ततो मेघकुलान्यङ्गचित्रवर्णान्यनेकशां शतं वर्षाणि वर्षन्ति नदन्ति रभसस्तनैः ततः एकोदगं विश्वं ब्रह्माण्ड विवरान्तरं तदा भूमेर्गन्धगुणं ग्रसन्त्याप उदप्लवे गिरस्तगन्धातु पृथिवी प्रलयत्वाय कल्पते अपामिरसमथो तेजस्तालीयन्ते अथ नीरसः गिरसते तेजस्वरूपं वायुस्पद्रहितं तदा लीयते च अनिले तेजो वायोखं गिरसते गुणं स वै विशति खं राजं स्ततश्च नभसो गुणं शब्दं गिरसति भूतादिर्नभस्तमनुलीयते
തൈജസശ്ചേന്ദ്രിയാണ്യംഗ ദേവാൻ വൈകാരികോ ഗുണൈ മഹാൻ ഗ്രഹസത്യഹങ്കാരം ഗുണാസ്വത്വാദയശ്ചതം ഗ്രസതേ വ്യാകൃതം രാജൻ ഗുണാൻ കാലേന ചോദിതം ന തസ്യ കാല അവയവൈ പരിണാമാദയോ ഗുണ അനാദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം ന യത്ര വാചോ ന മനോ ന സത്വം തമോ രജോ വാ മഹജാദയോമി ന പ്രാണബുദ്ധീന്ദ്രിയ ദേവതാവ ന സന്നിവേശ ഖലു ലോകകൽപ ന സ്വപ്ന ജാഗ്രന്ന ചതൽ സുഷുപ്തം നഖം ജലം ഭൂരണിലോഗ്നിരർക്ക സംസുപ്തവത് ശൂന്യവത് അപ്രതർത്യം തന്മൂലഭൂതം പദമാമനന്തി തയപ്രാകൃതികോ ഹ്യേഷ പുരുഷ അവ്യക്തയോര്യജ സക്രയ സംപ്രളീയന്തേ വിവശാഃ കാലവിദ്രുതാഃ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വാവ്യതിരേകാഭ്യാമാത്യന്തവദ വസ്തുയൽ ദീപശ്ചക്ഷുശ്ചരൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേൽ ഏവം ഖീഖാനി മാത്രാശ്ച നസ്വിരന്യതമാകൃതാൽ ബുദ്ധിർജാഗരണം സ്വപ്ന സുഷുപ്തിരിയോച്യത്തെ മായാമാത്രമിദം രാജൻ നാനാത്വം പ്രത്യഗാത്മനി യഥാ ജലധരാവ്യോമ്നി ഭവന്തി ന ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ്യുദയാപ്യയാൽ സത്യം ഹ്യവയവ പ്രോക്ത സർവ അവയവിനാമിഹ സത്യം ഹ്യവയവ പ്രോക്ത സർവ അവയവിനാമിഹ വിനാ അർത്ഥേന പ്രതീയേരൻ പ്രണസ്യേവ അംഗ ത്വന്തവ യസ്തം അന്യവിശേഷാഭ്യാമുപലഭ്യതസബ്ധമ അന്യോന്യ ആപാശ്രയത്താൽ അന്യോന്യ ആപാശ്രയാൽ സർവമാദ്യന്തബല വസ്തുയൽ വികാരഖ്യായമാനോപി പ്രത്യഗാത്മാനമന്തര ന നിരൂപ്യോസ്തി അണുരപി സ്യാച്ചേച്ചിത് ആത്മവൽ നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യദി മന്യത്തെ നാനാത്വം ഛിദ്രയോർജ്യോതി നാനാത്വം ഛിദ്രയോർയദ്വൽ ജ്യോതിഷോർവാതയോരിവ യഥാ ഹിരണ്യം ബഹുധാ സമീയത്തെ നിർഭിക്രിയാഭിർവ്യവഹാരപത്മസു ഏവം വചോഭിർഭഗവാൻ അധോക്ഷയോ വ്യാഖ്യായത്തെ ലൗകിക വൈദികൈർജനൈഃ യഥാ ഘനോർക്കപ്രഭവോർക്കദരിശിതോ ഹ്യർക്കാംശഭൂതസ്യ ച ചക്ഷുഷസ്തമ ഏവം ത്വഹം ബ്രഹ്മഗുണസ്പദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മനാത്മബന്ധന ഘനോ യദാർക്കപ്രഭവോ വിദീര്യത്തെ ചക്ഷുസ്വരൂപം രവിമീക്ഷത്തെ തദാ യദാ ഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തരിഹി അനുസ്മരേൽ യദൈവമേതേന വിവേകഹേതുന മായാമയ അഹങ്കരണ ആത്മബന്ധനം ഛിത്വാ അച്യുതാത്മാനുഭവോപതിഷ്ഠത്തെ തമാഹുരാത്യന്തികമംഗ സംപ്ലവം നിത്യതാ സർവഭൂതാനാം ബ്രഹ്മാദീനാം പരന്തവ ഉൽപ്പത്തി പ്രളയ വേഗേ സൂക്ഷ്മജ്ഞാ സംപ്രതക്ഷത്തെ കാലസ്രോതോ ജീവേനാശു ക്രിയമാണസ്യ നിത്യത പരിണാമിനാമവസ്ഥാസ്താ ജന്മ പ്രളയഹേതവ അനാദ്യന്തവദാനേന കാലേന ഈശ്വരമൂർത്തിന അവസ്ഥാ നൈവ ദൃശ്യന്തെ ദിയതി ജ്യോതിഷാമിവ നിത്യോ നൈമിത്തികശ്ചൈവ തഥാ പ്രാകൃതികോ ലയ ആത്യന്തികശ്ച കഥിതഃ കാലസ്യ ഗതിരീദൃശി ഏതാഃ കുരുശ്രേഷ്ഠ ജഗദ്വിധാതുർനാരായണസ്യ അഖില സത്വധാമന ലീലാകഥാസ്തേ കഥിതാഃ സമാസതഃ കാർഷ്ണ്യേന നായോപ്യഭിധാതു വീശ സംസാര സിന്ധും അതിദുസ്തരമുത്തിതീരുഷോർനാന്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസനിഷേവണമന്തരേണ പുംസോ ഭവേദ് വിവിധ ദുഃഖദവർദ്ധിതസ്യ പുരാണ സംഹിതാമേതാം ഋഷിർനാരായണോ വ്യയാം നാരദായ പുരാപ്രാഹ കൃഷ്ണന്ത് വൈവായനായ സാം സവൈ മഹ്യം മഹാരാജ ഭഗവാൻ ബാദരായണ ഇമാം ഭാഗവതീം പ്രീത സംഹിതാം വേദ സംഹിതാം ഏതാം വക്ഷത്യസൗ സൂത ഋഷിഭ്യോ നൈമിഷാലയേ ദീർഘസത്രേ കുരുശ്രേഷ്ഠ സംപൃഷ്ട ശൗനകാദിഭി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ചതുർത്ഥോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശുകബ്രഹ്മർഷി കൊടുത്തുകൊണ്ടിരിക്കുന്നതായ ഉപദേശ ഭാഗങ്ങൾ അടുത്ത അധ്യായത്തോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതായ ബ്രഹ്മോപദേശം എന്ന അധ്യായത്തോടുകൂടി ഉപസംഹരിക്കുകയാണ്. അഥ പഞ്ചമോധ്യായ ശ്രീശുക ഉവാച അത്രാനുവർണ്യതേ ഭീക്ഷണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാ രുദ്രഃ ക്രോധസമുദ്ഭവ ത്വം തു രാജന്മരിഷ്യേതി പശുബുദ്ധിം ഇമാം ജഹി ന ജാതഃ പ്രാഗഭൂതോസ്യ ദേഹവൽ ത്വം ന നങ്ഷ്യസി ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ ബീജാങ്കുരവദ്ദേഹാദിർവ്യതിരിക്തോ യഥാനലാം സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മന സ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ തത ആത്മാ ഹ്യജോമരാം ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യാദ്യഥാ പുരാ ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യത്തെ പുനഃ മനഃസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മന തന്മനഃസൃജത്തെ മായ തതോ ജീവസ്യ സംസൃതി സ്നേഹാധിഷ്ഠാനവർത്യഗ്നി സംയോഗോ യാവദീയത്തെ തതോ ദീപസ്യ ദീപത്വമേവം ദേഹകൃതോ ഭവ രജഃസത്വതമോ വൃത്യാ ജായത്തെ അഥ വിനശ്യതി ന തത്രാത്മാ സ്വയം ജ്യോതിര്യോ വ്യക്തയോഃ പരാ ആകാശ ഇവ ചാധാരോ ധ്രുവോനന്തോപമസ്തതാം ഏവമാത്മാനമാത്മസ്ഥമാത്മനൈവാമൃഷപ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ ചോദിതോ വിപ്രവാക്യേന നത്വാം ധക്ഷ്യതി തക്ഷക മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ.
ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഃ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗ് ആത്മന ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർവിശ്വാത്മനശ്ചേഷ്ടം കിം ഭൂയഃ ശ്രോതുമിച്ഛസി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ബ്രഹ്മോപദേശോ നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കിം ഭൂയഃ ശ്രോതുമിച്ഛസി. ഇനി പരീക്ഷിത് രാജാവേ, അങ്ങേക്കിനി എന്താണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്? പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ഇനിയൊന്നും കേൾക്കേണ്ടതായിട്ടില്ല. മനുഷ്യജന്മം സിദ്ധിച്ച് ഈ ഭൂമിയിൽ വന്നാൽ യാതൊന്നിനെ പറ്റി കേൾക്കണമോ, യാതൊന്നിനെ അറിയണമോ, യാതൊന്ന് ചിന്തിക്കണമോ, യാതൊന്ന് പറയണമോ, യാതൊന്ന് പ്രവർത്തിക്കണമോ, ഇതാണ് അങ്ങയോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരം മുഴുവൻ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അറിയേണ്ടതായിട്ട് എന്താണോ ഉള്ളത്, യം ജ്ഞാത്വാ അമൃതമസ്നുതേ, യാതൊന്നറിഞ്ഞാൽ അമൃതത്വത്തെ പ്രാപിക്കാൻ കഴിയുമോ, അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയൊന്നും കേൾക്കാനില്ല. എന്നെപ്പോലെ ഒരു മഹാഭാവിയായ ഒരുവന് അങ്ങയെപ്പോലെ ഈശ്വരതുല്യനായ ഒരാള് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം എന്റെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്ന് ഒരു പശുവിനെ കറക്കുന്ന നേരം പോലും ഒരിടത്ത് സ്ഥിരമായി നിൽക്കാത്ത അങ്ങയെപ്പോലെയുള്ള അവധൂത അഗ്രിയസരന്മാര്, അങ്ങനെയുള്ള അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ഈ ഉള്ളവന്റെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്നു. 7 ദിവസം എന്റെ മുൻപിലിരുന്ന് എന്നോടുള്ള കാരുണ്യം, കരുണ കൊണ്ട് മാത്രം ഭഗവത് കഥകൾ പറഞ്ഞു തന്നു. എന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ പാകത്തിന് അമൃതത്വത്തിലേക്ക് ഉയർത്തി. ആ അങ്ങേക്ക് ഞാൻ എന്താണ് ദക്ഷിണയായി തരേണ്ടത്? ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നു. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ സിദ്ധനായി. നമസ്കരിച്ച് ആ നമസ്കാരവും സ്വീകരിച്ച് ശ്രീശുക ബ്രഹ്മർഷി എവിടെ നിന്നോ അറിയാതെ വന്ന ആളാ, എവിടേക്കെന്നറിയാതെ വീണ്ടും യാത്രയും തുടങ്ങി. അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു. പരീക്ഷിത്തിനെ തക്ഷകൻ യഥാസമയം വന്ന് ദംശിക്കുന്നു. പരീക്ഷിത്തിന്റെ ശരീരം ദഹിക്കുന്നു. എന്നാൽ പരീക്ഷിത്ത് മരിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം തക്ഷക ദംശനത്തിന് മുൻപ് തന്നെ തന്റെ ആത്മാവിനെ പരബ്രഹ്മത്തിലേക്ക് ലയിപ്പിച്ചിരുന്നു. തന്റെ അച്ഛൻ അല്ലെങ്കിൽ തന്റെ അച്ഛനെ ഒരു പാമ്പ് കടിച്ചു, അച്ഛൻ ഒരു പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് ധരിച്ച തക്ഷകന്റെ പുത്രനായിട്ടുള്ള പരീക്ഷത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയൻ ഒരു സർപ്പസത്രമൊക്കെ നടത്തി. ധാരാളം സർപ്പങ്ങളെ അതിലേക്ക് ഹോമിക്കലൊക്കെ ഉണ്ടായി. എന്നാൽ സജ്ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം അതൊക്കെ നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ ആ ചെയ്തതിന്റെ ഫലമൊക്കെ ജനമേജയൻ അനുഭവിക്കേണ്ടിയും വന്നു. തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ആ അധ്യായത്തിലെ പിന്നെ വേദത്തിന്റെ വിഭജനത്തെയും ഒക്കെയാണ് പറയുന്നത്. അഥ ഷഷ്ഠോധ്യായ. സൂത ഉവാച ഏതം നിശമ്യ മുനിനാഭിഹിതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാസമേന തത്പാദമൂലമുപസൃത്യ നതേന മൂർധനാ ബദ്ധാഞ്ജലിസ്തമിതമാഹ സവിഷ്ണുരാത. രാജോവാച സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛ മേ സാക്ഷാദനാദിനിധനോ ഹരി നാത്യദ്ഭുതമഹം മന്യേ മഹതാമച്യുതാത്മനാം അജ്ഞേഷു താപതപ്രേഷു ഭൂതേഷു യദനുഗ്രഹ. പുരാണ സംഹിതാമേതാമശ്രൗഷ്മ ഭവതോ വയം യസ്യാം ഖലു ഉത്തമ ശ്ലോകോ ഭഗവാൻ അനുവർണ്യതേ. ഭഗവംസ്തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണമഭയം ദർശിതം ത്വയാ. അനുജാനീഹി മാം ബ്രഹ്മൻ വാചം യച്ഛാമ്യധോക്ഷജേ മുക്തകാമാശയം ചേത പ്രവേശ്യ വിസൃജാമ്യസൂൻ. അജ്ഞാനം ച നിരസ്തം മേ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതഃ പദം. സൂത ഉവാച ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ ബാദരായണി ജഗാമഭിക്ഷുഭിः സാകം നരദേവേന പൂജിത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. പരീക്ഷിത വിരാജ ഋഷിരാത്മന്യാത്മാനമാത്മനാം സമാധായ പരം ദധ്യാവസ്പന്ദാസുര്യഥാ തരു. പ്രാക്കൂലേ ബർഹിഷ്യാസീനോ ഗംഗാകൂല ഉദങ്മുഖ ബ്രഹ്മഭൂതോ മഹായോഗി നിസ്സംഗച്ഛിന്ന സംശയ. തക്ഷക പ്രഹിതോ വിപ്രാകൃതേന ദ്വിജസൂനുനാ ഹന്തുതാമോ നൃപംഗച്ഛൻ ദദർശ പഥി കശ്യപം. തന്തർപ്പയിത്വാ ദ്രവിണൈർനിവർത്തി വിഷഹാരിണം ദ്വിജരൂപ പ്രതിച്ഛന്ന കാമരൂപോദശം നൃപം. ബ്രഹ്മഭൂതസ്യ രാജഋഷേർദേഹോ ഹി ഗരളാഗ്നിന ബഭൂവ ഭസ്മസാൽ സത്യ പശ്യതാം സർവദേഹിനാം.
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹാഹാകാരോ മഹാനാസീൻ ഭുവി ഖേ ദിക്ഷു സർവദാ വിസ്മിതാഹ്യഭവൻ സർവേ ദേവാസുരനരാദയ. ദേവദുന്ദുഭയോ നേതുർഗന്ധർവ അപ്സരസോ ജഗു വവൃഷു പുഷ്പവരുഷാണി വിബുധാ സാധുവാദിന. ജനമേ ജയസ്സുവ പിതരം ശ്രുത്വാ തക്ഷകഭക്ഷിതം യഥാജുഹാവ സംക്രുദ്ധോ നാഗാൻ സത്രേ സഹദ്വിജൈഃ. സർപ്പസത്രേ സമിദ്ധാഗ്നൗ ദഹ്യമാനാൻ മഹോരഗാൻ ദൃഷ്ടേന്ദ്രം ഭയസംവിഘ്നസ്തക്ഷകശരണൈ യയൗ. അവശ്യം തക്ഷകം തത്ര രാജാ പരീക്ഷിതോ ദ്വിജാൻ. ഉവാച തക്ഷക കസ്മാന്ന ദഹ്യേതോരഗാഥമാ. തം ഗോപായതി രാജേന്ദ്ര ശക്രശരണമാഗതം തേന സംസ്തംഭിതസ്തർപ്പസ്തസ്മാന്നാഗ്നൗ പാരീക്ഷിത ഇതി ശ്രുത്വാ പ്രാഹർദ്വിജ ഉദാരഥീ. സഹേന്ദ്രസ്തക്ഷകോ വിപ്രാനാഗ്നൗ കിമിതി പാത്യതേ. തച്ഛ്രുത്വാ ജുഹുർവിപ്രാ സഹേന്ദ്രം തക്ഷകം മഖേ. തക്ഷകാശുപതസ്ലേഹ സഹേന്ദ്രേണ മരുത്വതാ. ഇതി ബ്രഹ്മോചിത അക്ഷേപൈസ്ഥാനാദിന്ദ്രപ്രചാരിതാം ബഭൂവ സംഭ്രാന്തമതിസ്തവിമാനസ്സ തക്ഷക. തം പതന്തം വിമാനേന സഹ തക്ഷകമംബരാൽ വിലോക്യ അങ്കിരസ പ്രാഹ രാജാനം തം ബൃഹസ്പതി. നൈഷത്വയാ മനുഷ്യേന്ദ്രാവധമരിഹതി സപ്പരാൽ അനേന പീതമമൃതം അഥവാ അജരാമരാ. ജീവിതം മരണം ജന്തോർഗതിസ്വേനൈവ കർമ്മണ. രാജ്യം സ്തതോന്യോ ന അന്യസ്യ പ്രദാതാ സുഖദുഃഖയോ. സർപ്പചൗരാഗ്നി വിദ്യുദ്ധ്യാക്ഷുപ്രധ്യാധിഭിർനൃപ. പഞ്ചത്വമൃച്ഛതേ ജന്തുർഭുങ്ക്ത ആരബ്ധകർമ്മതൽ. തസ്മാത് സത്രമിദം രാജിൻ സംസ്ഥീയത അഭിചാരികം. സർപ്പ അനാഗസോദഗ്ധ ജനൈർദിഷ്ടം കിഭുജ്യതേ. സൂത ഉവാച ഇത്യുക്തസ്തഥേത്യാഹ മഹർഷിർമാനയൻവച. സർപ്പസത്രാദുപരതഃ പൂജയാമാസ വാക്പതിം. സൈഷാ വിഷ്ണോർമഹാമായാ ബധ്യയാ ലക്ഷണായയാ. മുഹ്യന്ത്യസ്യൈവ ആത്മഭൂതാ ഭൂതേഷു ഗുണവൃത്തിഭിः. ന യത്ര ദംഭീത്യഭയാ വിരാജിതാ മായാത്മവാദേ സകൃതാത്മവാദിഭിः. യദ്വിവാദോ വിവിധസ്പദ ആശ്രയോ മനശ്ച സങ്കല്പ വികൽപവൃത്തിയൽ. ന യത്ര സൃജ്യം സൃജതോ ഭയോഃ പരം ശ്രേയസ്യ ജീവസ്ത്രിഭിരന്വിതസ്ത്വഹം. തദേതദുത്സാദിതബാധ്യബാധകം നിഷിധ്യചോർമീം വിരമേൽ സ്വയം മുനി. പരം പദം വൈഷ്ണവമാമനന്തി തദ്യന്നേതി നേതീത്യതദുത്സ്യസൃക്ഷവാ. വിസൃജ്യ ലൗരാത്മ്യമനന്യസൗഹൃദാഹൃദോപഗുഹ്യാവസിതം സമാഹിതൈഃ. ത ഏതദധിഗച്ഛന്തി വിഷ്ണോർയൽപരമം പദം. അഹം മമേതി ദൗർജന്യം ന യേഷാം ദേഹഗേഹജം. അതിവാദം സ്ഥിതിക്ഷേത നാവമന്യേത കഞ്ചന. ന ചേമം ദേഹമാശ്രിത്യ വൈരം കുർവീത കേനചിൽ. നമോ ഭഗവതേ തസ്മൈ കൃഷ്ണായ ആകുണ്ഠമേധസേ. യത്പാദാംബുരുഹധ്യാനാൽ സംഹിതാമധ്യഗാമി മാം. ശൗനക ഉവാച പൈലാദിഭിർവ്യാസ ശിഷ്യൈർവേദാചാര്യൈർമഹാത്മഭിः. വേദാശ്ച കഥിതാ വ്യസ്ത ഏതത് സൗമ്യാഭിദേഹിന. സൂത ഉവാച സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിന. ഹൃദ്യാകാശാദഭൂന്നാദോ വൃത്തിരോധാദ് വിഭാഗ്യത്തെ. യദുപാസനയാ ബ്രഹ്മൻ യോഗിനോ പരമാത്മന. ദ്രവ്യക്രിയാകാരകാഖ്യം ധൂത്വാ യാന്തി അപുനർഭവം. തതോ ഭൂതൃവൃതോങ്കാരോ യോ അവ്യക്തപ്രഭവസ്വരാൻ. യത്തല്ലിംഗം ഭഗവതോ ബ്രഹ്മണ പരമാത്മന. ശൃണോതി യ ഇമം സ്ഫോടം സുപ്തശ്രോത്രേ ച ശൂന്യദൃക്. യേന വാഗ്വ്യയതയസ്യ വ്യക്തിരാകാശാത്മന. സ്വധാമനോ ബ്രഹ്മണ സാക്ഷാത് വാചക പരമാത്മന. സ സർവമന്ത്രോപനിഷദ് വേദബീജം സനാതനം. തസ്യ ഹ്യാസംസ്ത്രയോ വർണ്ണ അകാരാദ്യ ഭൃഗൂദ്വഃ. ധാര്യന്തേ യൈസ്ത്രയോ ഭാവാ ഗുണനാമാർത്ഥവൃത്തയാ. തേ തതോ അക്ഷരസമാംനായമസൃജത് ഭഗവാനജാം. അന്തസ്ഥോ അശ്മസ്വരസ്പർശ ഹ്രസ്വദീർഘാദിലക്ഷണം. തേനാസൗ ചതുരോ വേദാം സഹൃർവദനൈർവിഭു. സവ്യാഹൃതികാൻ സോങ്കാരാം ചതുർഹോത്ര വിവക്ഷയാ. പുത്രാൻ അധ്യാപയത്താംസ്തു ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ. തേ തു ധർമ്മോപദേഷ്ടാരസ്വപുത്രേഭ്യഃ സമാദിശൻ. തേ പരമ്പരയാ പ്രാപ്താസ്തത്തച്ഛിഷ്യൈ ധൃതവ്രതൈഃ. ചതുർയുഗേഷ്വധവ്യസ്താദ്വാപരാദോ മഹർഷിഭിः. ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യ കാലത. വേദാൻ ബ്രഹ്മർഷയോഗ്യസ്യൻ ഹൃദിസ്ഥാ അച്യുതചോദിതാഃ. അസ്മിന്നപ്യന്തരെ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന. ബ്രഹ്മേശാത്യൈർലോകപാലൈർയാചിതോ ധർമ്മഗുപ്തയെ. പരാശരാൽ സത്യവത്യാം അംശാംശകലയാ വിഭോ. അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം. ഋഗ്അഥർവൈജുസ്സാംനാം രാശീനുദ്ധൃത്യ വർഗജാം. ചതസ്ര സംഹിതാചക്രേ മന്ത്രൈർമണിഗണ ഇവ. താസാം സചതുരശിഷ്യാനുപാഹൂയ മഹാമതി. ഏകൈകാം സംഹിതം ബ്രഹ്മൻ ഏകൈകസ്മൈ ദദൗ വിഭോ. പൈലായ സംഹിതാമാദ്യാം ബഹ്വ്രജാധ്യാമുവാചഃ. വൈശമ്പായന സംജ്ഞായാ നിഗദാഖ്യം യജുർഗണം. സാമ്നാം ജൈനിനയെ പ്രാഹ തഥാ ഛന്ദോഗസംഹിതാം. അഥർവാംഗിരസിം നാമ സ്വശിഷ്യായ സുമന്തവേ. പൈലസ്വ സംഹിതാമൂചേ ഇന്ദ്രപ്രമിതയെ മുനി. ബാഷ്കളായ ച സോപ്യാഹ ശിഷ്യേഭ്യഃ സംഹിതാം സ്വകാം. ചതുർധാവ്യസ്യ ബോധ്യായ യാജ്ഞവൽക്യായ ഭാർഗവ. പരാശരായ അഗ്നിമിത്ര ഇന്ദ്രപ്രമിതിരാത്മവാൻ. അധ്യാപയൽ സംഹിതാം സ്വാം മാണ്ഡൂകേയ മൃഷിം കവിം. തസ്യ ശിഷ്യോ ദേവമിത്ര സൗഭര്യാദിഭ്യ ഊജിവാൻ. ശാകല്യസ്തൽസുതസ്ത്വാം തു പഞ്ചധാവ്യസ്യ സംഹിതാം. വാത്സ്യമുദ്ഗലശാലീയ ഗോഖല്യ ശിശിരേഷ്വധാൽ. യാദൂകർണിസ്വരച്ഛിഷ്യാസ്വ നിരുക്താംശ്ര സംഹിതാം. ബലാഗ പൈജ പൈതാള വിരജേഭ്യോ ദദൗ മുനി. ബാഷ്കളി പ്രതിശാഖാഭ്യോ ബാലഖില്യാഖ്യ സംഹിതാം.
चक्रे बालाय निर्भज्याकासारस्यैव तां दधु बह्प्रजाः संहिता ह्येता एभिर्ब्रह्मऋषिभिर्धृताः श्रुत्वा एतच्छन्दसाम्यासं सर्वपापैः प्रमुच्यते वैशम्पायन शिष्या वै चरकाध्वर्यवो भवन् यच्चेरुर्ब्रह्म हत्यां हक्षपणं स्वगुरोर्व्रतं याज्ञवल्क्यश्च तच्छिष्या आहाहो भगवन् कियल् चरितेन अल्पसाराणां चरिष्येऽहं सुदुश्चरम् इत्युक्तो गुरुरप्याः कुपितो याह्यलं त्वया विप्रावमन्त्रात् शिष्येण मदधीतं त्यजाश्विति देवरातसुतस्वपि छर्दित्वा यजुषां गणं ततो गतो अथ मुनयो ददृशुस्तान् यजुर्गणान् यजूंषितित्तिरा भूत्वा तल्लोरुपतया ददु तैत्तिरीया इति यजुशाखा आसन् सुपेशलाः याज्ञवल्क्यस्ततो ब्रह्मन् छन्दांसि अधिगवेशयन् गुरोरविद्यमानानि सूपतस्थ्यर्कमीश्वरम् याज्ञवल्क्य उवाच ओं नमो भगवते आदित्याय अखिल जगतामात्मस्वरूपेण कालस्वरूपेण चतुर्विधभूतनिकायानां ब्रह्मादिस्तम्भपर्यन्तानाम् अन्तर्हृदयेषु बहिरपि च आकाश इव ओपाधिना व्यवधीयमानो भगवानेक आकाश इव ओपाधिना व्यवधीयमानो भवानेक एव क्षणलव निमेष आवयवोपचित संवत्सर गणेन आपामाद आन विसर्गाभ्यामिमान् लोकयात्रामनुभवति यदुहवावा विबुधऋषभा सवितरस्तवत्यनुसवनमहरहर अम्नाय विधिनोपतिष्ठमानानाम् अखिल दुरित वृजिन बीजामभर्जन भगवतस्समभिधीमहि तपनमण्डलम् य इहवावा स्थिरचरनिकराणां निजनिकेतनानां मन इन्द्रियासुगुणाननात्मन स्वयमात्मा अन्तर्यामी प्रचोदयति य एवेमं लोकमतिकराळवदन अन्धकारसंज्ञा जगरग्रहगिलितं मृतकमिव विजेतनमवलोक्य अनुकम्पया परमकारुण्य ईक्षयैवोत्थाप्य हरहर अनुसवनं श्रेयसि स्वधर्माख्यात्मावस्थाने प्रवर्तयत्यवनिपतिरिव असाधूनां भयमुदीरयन्नटति परित आशापालैस्तत्र तत्र कमलकोश अञ्जलिभिरुपहृतारिहण अथः भगवं स्तवचरणनलिनयुगुणं त्रिभुवनगुरुभिर्वन्दितम् अहम् अयात यजुःकाम उपसरामि इति सूत उवाच एवं स्तुतस्थ भगवान् वाजिरूपधरो हरि यजूंषि अयातयामानि मुनयेद अल्प्रसादितां यदुद्भिरकरोच्छाखा दशपञ्चशतैर्विभु जगृहुर्माजसंन्यस्ता काण्डवमाध्यन्दिनादय यैमिने सामगस्यासिल् सुमन्तुस्तनयो मुनि सुन्वांस्तु तत्सुतस्ताभ्यामेकैकां पटाः संहितां सुकर्माच्चापि तच्छिष्यास्तामवेदधरोर्महान् सहस्रसंहिताभेदं चक्रे साम्नां ततो द्विज हिरण्यनाभ कौसल्य पौष्यञ्जिश्च सुकर्मणा शिष्यौ जगृहतुश्च अन्ये आवन्द्यो ब्रह्मवित्तमा उदीच्यास्वामगः शिष्या आसन् पञ्चशतानि वै पौष्यञ्जि आवन्देवश्चापीतांश्च प्राच्यान् प्रचक्षते लौग अक्षर्माङ्गलिः कुल्यः कुसीदः कुक्षिरेव च पौष्यञ्जि शिष्या जगृहुः संहितास्ते शतं कृतो हिरण्यनाभस्य चतुर्विंशति संहिता शिष्य ऊजे स्वशिष्येभ्यः शेषा आवन्द्या भवान् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादश स्कन्धे वेदशाखा प्रणयनं नाम षष्ठोऽध्याय सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द अथ सप्तमोऽध्याय सूत उवाच अथर्वविल्सुमन्तुश्च शिक्ष्यमध्यापयस्वगां संहितां सोऽपिपथ्याय वेददर्शाय चोक्तवान् शौक्लाय निर्ब्रह्मबलिर्मोदोषः वेददर्शस्य शिष्यास्ते पथ्यशिष्यानथो शृणु कुमुदश्विनको ब्रह्मज्याजलिश्चाप्यथर्वविल् बभ्रुशिष्योऽथ अङ्गिरसः सैन्धवायन एव च अधीयेतां संहिते द्वे सावर्ण्याद्यास्तथा परे नक्षत्रकल्पशान्तिश्च कश्यप अङ्गिरसादय एते अथर्वण आचार्याः शृणु पौराणिकान्मुने त्रय्यारुणि कश्यपश्च सावर्णिरकृतवर्ण वैशम्पायनः रीतौ षड्वै पौराणिका इमे अधीयन्तव्यास शिष्याः संहितां मत्पितुर्मुखाल् एकैकामहमेतेषां शिष्यः सर्वास्तमध्यगां कश्यपोऽहं च सावर्णी रामशिष्यो कृतवर्ण अधीमहि व्यासशिष्याच्चतस्रो मूलसंहिताः पुराणलक्षणं ब्रह्मन् ब्रह्मऋषिभिर्निरूपितं शृणुष्व बुद्धिमाश्रित्य वेदशास्त्रानुसारता सर्गोऽस्याथ विसर्गस्य वृत्तिरक्षान्तराणि च वंशो वंशानुचरितं संस्थाहेतुरपाश्रय दशभिर्लक्षणैर्युक्तं पुराणं तद्विदो विदु केचित् पञ्चविधं ब्रह्मन् महदल्पव्यवस्थया अव्याकृतगुणक्षोभन् महतस्त्रोतोऽहम भूतमात्रेन्द्रियार्थानां सम्भवस्तर्ग उच्यते पुरुषानुगृहीतानामेतेषां वासनामया विसर्गोऽयं समाहारो बीजाद्बीजं चराचरम् वृत्तिर्भूतानि भूतानां चराणामचराणि च कृतास्वेन नृणां तत्र कामाच्चोदनयापि वा रक्षाच्युत अवतारेह विश्वस्य अनुयुगे युगे तिर्यङ्मर्तिर्षि देवेषु हन्यन्ते यैस्त्रयेद्विषा मन्वन्तरं मनुर्देवा मनुपुत्रा सुरेश्वर ऋषयो वंशावतारश्च हरे षड्विधमुच्यते राज्ञां ब्रह्मप्रसूतानां वंशस्त्रैकादिकोऽन्वयां वंशानुचरितं तेषां वृत्तं वंशधराश्च ये नैमित्तिकप्राकृतिको नित्य आत्यन्तिको लय संस्थेति कविभिः प्रोक्ता चतुर्धास्य स्वभावता हेतुर्जीवोऽस्य सर्गादे अविद्याकर्मकारका यं च अनुशयिनं प्राहुरव्याकृतमुतापरे व्यतिरेकान्वयो यस्य जाग्रत्स्वप्नसुषुप्तिषु मायामयेषु तद्ब्रह्म जीववृत्तिषु अपाश्रय पदार्थेषु यथा द्रव्यं सन्मात्रं रूपनामसु बीजादि पञ्चतान्तासु ह्यवस्थासु युतायुतं
विरमेत यद् अचित्तं हित्वा वृत्तित्रयं स्वयं योगेन वा तद् आत्मानं वेदेहायानि वर्तते एवं लक्षणलक्ष्याणि पुराणानि पुरा विद मुनयो अष्टादश प्राहुक्षुल्लकानि महान् च ब्राह्मं पात्मं वैष्णवं च शैवं लैङ्गं स गारुडं नारदीयं भागवतमात्मयं स्कान्दसंहितं भविष्यं ब्रह्म वैवर्तं मार्कण्डेयं स वामनं वाराहं मात्स्यं कौर्मं च ब्रह्माण्डाख्यमिति त्रिषल् ब्रह्मन् यदं समाख्यातं शाखा प्रणयनं मुने शिष्य शिष्य प्रशिष्याणां ब्रह्मतेजो विवर्धनं श्रीकृष्णार्पणमस्तु। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां 12 स्कन्धे सप्तमोऽध्याय सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। വേദ വിഭജനങ്ങളെ കുറിച്ചെല്ലാം വർണ്ണിക്കുന്ന സമയത്താണ് പുരാണ ആചാര്യനായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷിയെ കുറിച്ചും മാർക്കണ്ഡേയ മഹർഷി മായ ദർശിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചുമെല്ലാം വർണ്ണിക്കുന്നത്. അഥാഷ്ടമോധ്യായ ശൗനക ഉവാച സൂത ജീവചിരം സാധോ വദനോ വദതാമര തമസ്യ പാരേ പ്രമദാം ഋണാം ത്വം ഭാരതേശന ആഹുച്ചിരായിരം ഋഷിം മൃഗണ്ഡതനയം ജനാഹ യൽപാന്തേർവരിതോ യേന കൃതമിദം ജഗത് സവാ അസ്മത്പുരോത്പന്ന കൽപേസ്മിൻ ഭാർഗവഋഷഭ നൈവാധുനോപി ഭൂതാനാം സംപ്ലവക്കോപി ജായതേ ഏവാർണവേ ബ്രാഹ്മ്യൻ ദർശപുരുഷം കില വടവത്രപുടേ തോകം സ്യാനുദ്വേഗമദ്ഭുതം യഹ്ന സംശയോ ഭൂയാൻ സൂതകൗതൂഹലം യഥാ തന്നച്ഛിന്തിം മഹായോഗിൻ പുരാണേഷ്വപി സമ്മത സൂത ഉവാച പ്രശ്നസ്ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാവഹ നാരായണ കഥാ യത്ര ഗീതാകലിമലാപഹ പ്രാപ്തദ്വിജാദ്സംസ്കാരോ മാർക്കണ്ഡേയ ഇതുക്രമാത് ഛന്ദാംസ്യധീപ്യ ധർമ്മേണ തപസ്വാധ്യായ സംയുത ശാന്തോ ജലിലോ വൽക്കലാംബര യുദ്ധമണ്ഡലം ദണ്ഡമുപവീതം സമേഖലം കൃഷ്ണാദിനം സാക്ഷസൂത്രം കുശാംശ നിയമർത്ഥയെ അഗ്നിർക്കുരുവിപ്രാത്മസ്വർച്ചയൻ സന്ധ്യോർഹരിം സായം പ്രാത സുകുരവേ ഭവിഷ്യമാഹൃത്യവാദ്യത ഉഭുജേ കുർവനിജ്ഞാത സകലന്നോദേതുപോഷിത ഏവം തപസ്വാധ്യായപരോ വർഷാണാമയുധായുധം ആരാധേനുഷീകേശം ജിജ്ഞേ മൃത്യും സുദുർജയം ബ്രഹ്മാ ഭൃഗുർഭവോ ദക്ഷോ ബ്രഹ്മോത്രാചേവരേ ഹൃദയവപുതൃഭൂതാനി തേനാസന്നതി വിസ്മിത യുദ്ധം ബൃഹത്പ്രധര തപസ്വാധ്യായ സംയമി വിദ്യാവധോക്ഷജം യോഗി ധ്വസ്തകേശാന്തരാത്മന തസ്യവയുഞ്ജിതശ്ചിത്തം മഹായോഗേന യോഗിന യദീയായ മഹാൻകാലോ മന്വന്തരഘടാത്മക ഏതൽ പുരന്തരോ ജ്ഞാത്വാ സപ്തമേസ്മിൻ ജലാന്തരേ തപോ വിസംഗത ബ്രഹ്മന്നാരേ ഭേദവിഘാതനം ഗന്ധർവാപ്സരസകാമം വസന്തമലയാനിലൗ മുനയെ പ്രേഷയാമാസ രജസ്തോകമദൗ തഥാ ഹേ വൈ തദ് ആശ്രമം ജഗ്മോർഹിമാദ്രേ പാർശ്വോത്തരേ പുഷ്പഭദ്രാ നദീ യത്ര ചിത്രാഖ്യാതശിലാ വിഭോ തദ് ആശ്രമപദം പുണ്യം പുണ്യദ്രുമലതാഞ്ജിതം പുണ്യദ്വിജകുലാകീർണം പുണ്യാമലജലാശയം മത്തഭ്രമര സംഗീതം മത്തകോകിലകൂജിതം മത്തപരിഹി നടാടോപം മത്തദ്വിജകുലാകുലം വായുപ്രവിഷ്ടാദായ ഹിമനർഭ്യരശീകരാൻ സുമനോഭിപരിഷ്വക്തോ ഭവാവത്തംഭയൻ സ്മരം ഉദ്യചന്ദ്രാൻ ശാവക്ര പ്രവാളസ്തവകാളിഭി ദുർമലതാജാലി തത്ര ആസീത് കുസുമാകര അന്വീയമാനോ ഗന്ധർവേർഗീതവാദിത്രയൂഥകൈ അദൃശ്യതാപ്തജാപേഷു സ്വസ്ത്രീയോധപതി സ്മര ഉദ്വാഗ്നിം സൗപാസീനം ധരിച്ചു ചക്രകിങ്കര നീലാക്ഷം ദുരാദൃശം മൂർത്തിമന്ദമിവാനലം തസ്യാ പുരത സ്ത്രിയോധോ ഗായകാദികോ മതംഗവീണാപടവൈർവാദ്യം ചക്രുർമനോരമം സന്തതേസ്ത്രം സുധനുഷി കാമ പഞ്ചമുഖം തഥാ മധുർമനോരജസ്തോക ഇന്ദ്രാഭൃത്യാഭ്യകമ്പയൻ ക്രീഡന്ത്യാ പുഞ്ചികസ്ഥല്യാ കന്തുകയ്യസ്തനകൗരവാൻ ഭൃജമുദ്വിഗ്നമധ്യായ കേശവിശ്രംസിതസ്രജ്യ ഇതസ്തോ ഭ്രമശ്ചേഷ്ടാലന്ത്യാ കന്തുക ആനുകന്തുകം വായുർജഹാരദ്വാസ സൂക്ഷ്മം തുടിതമേഖലം വിസസർജ്യ തഥാ ബാണം മത്വാതം സ്വജിതം സ്മര സർവം തത്രാഭവന്മോഘാമനീശസ്യ യഥോദ്യമ തൈത്തമപൂർവന്തോ മുനിസ്തേജസാ മുനി ലക്ഷ്യമാനാനിവർദ്ധോ പ്രബോധ്യായിമവാർഭക ഇതേന്ദ്രാന്തരേ ബ്രഹ്മൻ ദർശിതോപി മഹാമുനി ജന്നാഗാദമോഭാവന്നത് ചിത്രം മഹൽസുഹി ദൃഷ്ട്വാനിസ്തേജസം കാമം സകനം ഭഗവാൻ സുരാട് ശ്രുത്വാ അനുഭാവം ബ്രഹ്മനിഷേർ വിസ്മയം സമഗാത് പരം തസ്യൈവം യുഞ്ജതശ്ചിത്തം തപസ്വാധ്യായ സംയമൈ അനുഗ്രഹായ അവിരാസീ നരനാരായണോ ഹരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
നാരായണ 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 നാരായണ. സൗ ശുക്ലകൃഷ്ണോ നവകഞ്ചലോചനോ ചതുർഭുജൗ രൗരോ വൽക്കലാംബരോ പവിത്രപാണി ഉപവേദകം ദ്രവൽക്കമണ്ഡലം ദണ്ഡമൃതം ച വൈണവം പത്മാക്ഷമാലാമൃതജന്തുമാർദ്ദിനം വേദം സാക്ഷാത് ഏവ രൂപിണൗ തവത്വരിദ്വർണവിശങ്കരോ അതിഷാംസോദ്ധാനൗ വിധിഷഭാർച്ചിതൗ തേ വൈ ഭഗവതോ രൂപേ നരനാരായണ ഋഷി ദൃഷ്ട്യോത്ഥായാദരേണോച്ചേർനാമാങ്കേന ദണ്ഡവൽ സന്ദർശന ആനന്ദ നിർവൃതാത്മേന്ദ്രിയാസ്യ കൃഷ്ണരോമാശ്രുപൂർണാക്ഷോ ന സേഹേതാവുദീക്ഷിതം ഉത്ഥായ പ്രാഞ്ജലി പ്രഹ്വ വിസജ്ഞാദാശ്ലിഷന്നിവ നമോ നമ ഇരീശാനോപഭാഷേ യദ്യദാക്ഷരാം തയോരാസനമാദായ പാദയോരവനിജ്യജ അർഹണേനാനുലേപേന ധൂപമാല്യൈരഭൂജേത് സുഖമാസനാസീനോ പ്രസാദ അഭിമുഖോ മുനി പുനരാനമ്യവാദാഢ്യാം ഗരിഷ്ഠാവിധമബ്രവേത്. മാർക്കണ്ഡേയ ഉവാചാഖ്യം വർണ്ണയേ തവ വിഭോ യദുദീരിതോസു തം സ്പന്ദതേ തമനുവാങ്മനേന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാമജിശർവയോശ്ച സ്വസ്യാപ്യഥാഭിഭജതാമസി ഭാവബന്ധു മൂർത്തി ഇമേ ഭഗവതോ ഭഗവന്തി ലോക്യാഃ ക്ഷേമായ താപവിരമായ ച അമൃത്യുജിത്യൈ നാനാവിഭക്ഷ്യാവിദോ മന്യതനുര്യഥേദം ദൃഷ്ട്വാ പുനർകേസി സർവോർണനാഭി തസ്യാവിദുസ്ഥരചരേഷു ദുരംഘ്രമൂലം യൽസ്ഥന്ന കർമ്മഗുണകാലസ്പൃശന്തി തദ്വൈസ്തുവന്തി ദിനമന്തി അജന്തി അഭീക്ഷണം ധ്യായന്തി വേദാഹൃദയാ മുനയസ്തുധാപ്തീയ നാന്യന്തവാംഘൃപനയാദവർഗമൂർത്തേ. ക്ഷേമഞ്ജനസ്യ പരിതോഭിയീശ വിദ്മാ ബ്രഹ്മാ വിഭേത്യലമതോ ദിവരാത്യധിഷ്ണ്യ കാലസ്യ തേ കിമുദാതൽകൃത ഭൗതികാനാം തദ്വേ ഭജാമൃതധിയസ്തവ പാദമൂലം ഹിത്വേദമാമച്ഛതി ചാത്മപരോപരസ്യ ദേഹാദ്യുപാർത്ഥാമസദന്യാമഭിജ്ഞമാത്രം ഇന്ദേതതേ തർഹ്യ സർവമനീഷിതാർത്ഥം സത്വം നിജസ്തമ ഇരീശതമാത്മബന്ധോ മായാമയാ മായാമയാഃ സ്ഥിതിലയോദയ ഹേതവോസ്യ ലീലാധൃതായതപി സത്വമയീ പ്രശാന്തി നാന്യേ നൃണാം വ്യസനമോഹഭിയസ്യാഭ്യാം തസ്മാത്തവേഹ ഭഗവന്നതാപകാനാം ശുക്ലാം ധനും സുദൈതാം കുശലാഭജന്തി യൽസാതുദാഹ പുരുഷരൂപമുശന്തി സത്വം ലോകോ യഥോ ഭയമതാത്മസുഖം ന ചാന്യം തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നേ വിശ്വായ വിശ്വഗുരുവേ പരദേവതായി നാരായണായ ഹൃദയ ചന്ദ്രോത്തമായ ഹംസായ സംയുതഗിരേ നിഗമേശ്വരായ യം വൈ നവേദപിതാക്ഷപതേർഭ്രമദ്ധീയ സന്തം സുഖേഷ്വാസുഷു ഹൃദ്യപേ ദൃക്പഥേഷു തന്മായാമതി സൗ ഏവ സാക്ഷാദാദ്യസ്തവ അഖില ഗുരുരുപസാദ്യവേദം യദ്ദർശനം ആത്മരഃ പ്രകാശം മുക്ഷ്യന്തി യത്ര കവയോജപരായ ദന്ത തം സർവവാദ വിഷയ പ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി ഗൂഢബോധം. സർവത്മതി ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തീവ്രമായ തപസ്സിന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് മായ കാണണം എന്നൊരാഗ്രഹമാണ് മാർക്കണ്ഡേയൻ പറഞ്ഞത്. താമസിയാതെ അതിശക്തമായ മഴയില് മാർക്കണ്ഡേയൻ മാത്രമല്ല ആശ്രമവും സകലതും ജലത്തിൽ മുങ്ങുന്നതും എവിടെ നോക്കിയാലും ജലം മാത്രം എന്നവസ്ഥ. അതില് സുഖവും ദുഃഖവും ജനനവും മരണവും വിശപ്പും ദാഹവും എല്ലാം മാറി മാറി അനുഭവിച്ച് ഒടുവിൽ ഒരു ആലിലയില് തന്റെ കാൽവിരലാണ് തനിക്ക് ആശ്രയം എന്ന രീതിയില് ആലില കണ്ണനെ കാണുന്നതും നീന്തി അടുത്തെത്തിയതും ആ ഉണ്ണിയുടെ ശ്വാസവായുവില് ഉണ്ണിയുടെ ഉള്ളിലേക്കും പിന്നീട് പുറത്തേക്കും അങ്ങനെ കുറെ കഷ്ടപ്പെട്ടതും ഒടുവിൽ അത്ര പാദങ്ങളെ പിടിച്ച സമയത്ത് ഇതെല്ലാം മാഞ്ഞുപോയി. താൻ ആശ്രമത്തിൽ അതേ നിൽക്കുക തന്നെയാണ്. അങ്ങനെ ആ മായ കാണുന്ന രംഗം വർണ്ണിക്കണം. അഥ നവമോധ്യായ സൂത ഉവാച സംസ്തുതോ ഭഗവാനിത്തം മാർക്കണ്ഡേന ധീമതാ നാരായണോ നരസക പ്രീത ആഹ ഭൃഗോദ്ഭവം. ശ്രീ ഭഗവാൻ ഉവാച ഭോ ഭോ ബ്രഹ്മനിധിപര്യാസി സിദ്ധ ആത്മസമാധിനാ നൈഭക്ത്യാനവായിന്യാസ്വാധ്യായ സംയമൈ വയം ദേ പരിതുഷ്ടാഃ സ്മ ത്വബൃഹൽപ്രത്യജ്യ പരം പ്രതീക്ഷഭദ്രം ദേ വരദേശാദഭീപ്സിതം. ഋഷിരുവാച ഇദം ദേ ദേവദേവേശ പ്രപന്നാർത്തിഹരാച്യുതാം
പരേണ ഇതാവതാലം നോ യദ്ഭവാൻ സമദൃശ്യത ജാതയോ യസ്യ ശ്രീമദ്ദർശനം മനസായോഗപക്വേന സ ഭവാൻ മേക്ഷഗോചര താപ്യം ഭുജപത്രാക്ഷ പുണ്യശ്ലോക ശിഖാമണി രക്ഷ്യേ മായാം നയാലോക സഫാലാവേദാം സൂത ഉവാചാം ഇതീഡിതോർച്ചിത കാമക്ഷീണോ ഋഷിണ ഭഗവാൻ മുനി തേതി സ്വയം പ്രാഗാത്മദര്യാശ്രമമീശ്വര തമേവ ചിന്തയന്നർത്ഥം ഋഷി സ്വാശ്രമ ഏവ സ വസന്നഗ്ന്യർക്കസോമാംബു ഭൂവായുവേദാത്മസു ധ്യായൻ സർവത്ര ചാരിം ഭാവദ്രവ്യൈരഭൂജേത് കുജിത് പൂജ്യാമി സസ്മാര പ്രേമ പ്രസര സംഭൃത തസ്യേകഥാ ഭൃഗുശ്രേഷ്ഠ പുഷ്പഭദ്രാതടേ മുനി ഉപാസീനസ്യ സന്ധ്യായാം ബ്രഹ്മന്മായുരഭോന്മഹാൻ തം ചണ്ഡശബ്ദം തമുദീരയന്തം വലാഹക അന്വഭവൻ കരാള അക്ഷസ്തവിഷ്ഠ മുജുസ്തടിദ്ഭിः സ്വനന്ദൗച്ചൈരഭിവർഷധാര തതോ വ്യദൃശ്യന്ത ചതുസ്സമുദ്രാः സമന്തദാക്ഷ്മാതലമാക്രസന്ത സമീരവേഗോർമിഭിരുഗ്രനക്രമഹാഭയാവർത്തകഭീരഘോഷ അന്തർബഹിശ്ചാഭിരതിഭിഖരയ്യ ചതഗ്രഹ ചാതാഹൃദാഭീരുപദാബുധം ജഗൽ അന്തർപിതം വീക്ഷതഹാത്മനാമനർജലാപ്ലതാം ക്ഷമാമി മനാസമപ്രസൽ അസ്യൈവമുദ്ദിവീക്ഷത ഊർമിഭീഷണ പ്രഭഞ്ജന അഘോർമിതവാർ മഹാർണവ ആഭൂര്യമാണോ വർഷദ്ഭിരംബുദേ ക്ഷമാപ്യഥാദ്വീപവർഷാദ്രിഭിः സമം സക്ഷ്മാന്തരിക്ഷം സതിവംസഭാഗണം ത്രൈലോക്യമാസീൽസക ദിഗ്ഭിരാപ്ലുതം സ ഏക ഏവോർവരിതോ മഹാമുനിർബ്രാമ വിക്ഷിപ്യജടാജടാന്ധവൽ രുദ്രപരീതോ മകരൈസ്മിംഗിലൈരുഭദ്രിതോ ഈശിനഭസ്വതാഹത നമസ്യ ഭാരേ പതിതോ ഭ്രമന്ദിശോ നവേദഖം ഗാം ച പരിശ്രമേഷിത ക്വചിൽ ഗതോ മഹാവർത്തേ തരളൈസ്താഡിത ക്വചിൽ യഥോഭിർഭക്ഷ്യതേ ക്വാഭി സ്വയാമന്യോന്യഘാതിഭിः ക്വചിച്ഛോകം ക്വചിന്മോഹം ക്വചിൽ ദുഃഖം സുഖം ഭയം ക്വചിന്മൃത്യുമവാപ്നോതി യാധ്യാദിഭിരുദാർദിത ആയുധായുധവർഷാണാം സഹസ്രാണി ശതാനി ച വിധേയോർഭ്രമതസ്മിൻ വിഷ്ണുമായ അവതാത്മന സകദാജിൽ ഭ്രമം തസ്മിൻ പൃഥിവ്യാകുതിദ്വിജ ന്യഗ്രോധബോധം ദൃശേ ഫലപല്ലവശോഭിതം രാഗുത്തരസ്യാം ശാഖായാം തസ്യാവിദൃശേ ശിശും ശയാനം വർണ്ണപുടകേ ഗ്രസന്തം പ്രഭയാതമ സർവത്ര ഗോവിന്ദധാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ മഹാമരകദശ്യാമന്ത്രി മദ്വദന പങ്കജം കമ്പോഗ്രീവം മഹോരസ്കം സുനാസം സുന്ദര ഭ്രുവം ശ്വാസൈതളകാഭാതം കമ്പു ശ്രീകർണധാടിമം ഇദ്രുമാധരഭാസേഷോണായുധസുധാസ്മിതം പത്മഗർഭാരുണാഭാംഗം ഹൃദ്യഹാസാവലോകനം ശ്വാസൈതുദ്ബലി സംവിഘ്നനിമ്നനാഭിതളോദരം സാർവങ്കുലിഭ്യാം പാണിഭ്യാമുന്നീയ ചരണാംബുജം മുഖേ നിധായ പ്രേന്ദ്രോ നയന്തം വീക്ഷവിസ്മിത തദ്ദർശനാവീത പരിശ്രമോ മുദാ പ്രോത്ഫുല്ലാഹൃത് പത്മവിലോചനാംബുജ പ്രഹൃട്ടരോമാദ്ഭുതഭാവശങ്കിത പ്രഷ്ടും പുരസ്തം പ്രതിസാരബാലകം താവച്ചുചോർവൈസുതേന ഭാർഗവാ സ്വന്തശരീരം അശകോ യഥാ വിശൽ തത്രാപ്യതോന്യസ്തമചക്ഷൃഷ്ണശോ യഥാ പുരാമോക്യവദീവ വിസ്മിത ഖംരോദസി ഭഗണാനദ്രിസാഗരാൻ ദീപാൻ സമൃഷാൻ കൗഭസുരാസുരാൻ വനാനി ദേശാൻ സരിത പുരാകരാൻ യഥാമൃജാനാശ്രമവർണവൃത്തയാ മഹാന്തിഭൂതാന്യതഭൂതികാന്യസൗ കാലം നാനാവികൽപകൽപ്പനം യത്കിഞ്ചിദന്യവ്യവഹാരകാരണം ദീർഘവിശ്വം സതിവാവഭാസിതം ഹിമാലയം പുഷ്പവഹാം ച താം ദീം നിജാശ്രമം തത്ര ഋഷീന പശ്യ തം വിശ്വസ്യൻ ശ്വസിതാ ചിശോർവൈ ബഹിർനിരസ്തോ ന്യവതല്ലയാബ്ധൗ തസ്മിൻ പൃഥിവ്യാക ഉദിപ്രരൂഢം മടം ചതൽ പർണപുടേശയാനം ശോകം ചത പ്രേമസുധാസ്മിതേന നിരീക്ഷതോപാംഗ നിരീക്ഷണേന അതതം ബാലകം വീക്ഷ്യ നേത്രാഭ്യാം ധിഷ്ഠിതം ഹൃദി അഭ്യാദ അതിസംക്ലിഷ്ട പരിക്ഷക്തോ മധോക്ഷജം രാവത്സ ഭഗവാൻ സാക്ഷാൽ യോഗാധീശോ ഗുഹാസ്യ അന്തർദധാ ഋഷേ സദ്യോ യഥേഹാനീശ നിർമ്മിത തമന്നതവടോ ബ്രഹ്മൻ സലിലം ലോകസംപ്ലവ വിരോധായിക്ഷണാദസ്യ സുഭാശ്രമേ പൂർവവത്സിത ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ മായാദർശനം നാമ നവമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ മാർക്കണ്ഡേയനെ പോലെയുള്ള പരമഭക്തന്മാരെ
കാണുക തന്നെയാണ് പരമമായിട്ടുള്ള ശ്രേയസ് എന്ന രീതിയിൽ പാർവതി പരമേശ്വരന്മാര് വന്ന മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുന്നതും മറ്റു യാതൊരു വരവും ആവശ്യമില്ല, ഭഗവാനിൽ ഇളക്കമില്ലാത്ത വീഴ്ചയില്ലാത്ത ഭക്തി മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ എന്ന് പ്രാർത്ഥിച്ച മാർക്കണ്ഡേയനെയൊക്കെ കാണിച്ചു തരുന്നു അടുത്ത അധ്യായത്തിൽ. അഥ ദശമോധ്യായ സൂത ഉവാച സ ഏവമനുഭൂയേതം നാരായണ വിനിർമ്മിതം വൈഭവം യോഗമായാസ്തമേവ ശരണം യയൗ മാർക്കണ്ഡേയ ഉവാച പ്രപന്നോസ്മ്യം ഖിമൂലം തേ പ്രപന്നാഭയദം ഹരേ ജന്മായ വിബുധാ മുഖ്യന്തി ജ്ഞാനകാശയാ സൂത ഉവാച തമേവ നിവൃത ആത്മാനം ഋഷേണ ദിവിപര്യടൻ രുദ്രാണ്യാ ഭഗവാൻ രുദ്രോ ദർശ സുഗണേർവൃത അഥോമാ തം ഋഷിം വീക്ഷ്യ ഗിരിസന്തമഭാഷത അസ്യേവം ഭഗവൻ വിപ്രം നിവൃതാത്മേന്ദ്രിയാശയം നിവൃതോദ ജഷപ്രാതം വാതപായേധാർണവം പൂർവസ്ഥ തപസാ സാക്ഷാൽ സിദ്ധിം സിദ്ധിതോ ഭവാൻ. ശ്രീ ഭഗവാൻ വാച നൈവേച്ഛത്യാശിരക്വാഭി ബ്രഹ്മഋഷിർമോക്ഷാമയുത ഭക്തിം പരാം ഭഗവതി ലബ്ധവാൻ പുരുഷേ അവ്യേ അഥാപി സംവദിക്ഷ്യാമോ ഭവാന്യേതേന സാധുനാ അയം ഹി അഥാപി സംവദിക്ഷ്യാമോ ഭവാന്യേതേന സാധുനാ അയം ഹി പരമോ ലാഭോ നടാം സാധു സമാഗമ. സൂത ഉവാച ഇത്യുക്വാദോപേയായ ഭഗവാൻ സദാംഗതി ഈശാന സർവവിദ്യാനാം ഈശ്വര സർവദേഹിനാം തയോരാഗമനം സാക്ഷാത് ഈശയോർജഗതാത്മനോഃ നവേദ യുദ്ധാധീവൃത്തിരാത്മാനം വിശ്വമേവ ച ഭഗവാൻ തദഭിജ്ഞായ ഗിരീശോ യോഗമായ ആവിശത്തദ്ഗുഹാകാശം വായുഛിദ്രമിവേശ്വര ആത്മന്യഭി ശിവം പ്രാപ്തം തടിപ്പിംഗജടാധരം ലക്ഷം ദശഭുജം പ്രാംശുമുദ്യന്തം വ്യവഭാസ്കരം വ്യാഘ്രധർമാംബരധരം ശൂലഖട്വാംഗചർമ്മഭി അക്ഷമാലാടമരുക കപോലാസി ധനുസ്സഹ വിഭ്രാണം സഹസാഭാതം വിചക്ഷ്യാകൃതി വിസ്മിത ഇതം കുത ഏവേതി സമാധേർനിരതോ മുനി നേത്രേ ഉന്മീല്യ ദൃശേ സഗണം സോമയാഗതം രുദ്രം ത്രിലോകൈക ഗുരും നമാമ ശിരസാ മുനി. ഹര നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവ ശിവ രുദ്ര മഹാദേവ പാർവതീപദേ ഹര ഹര മഹാദേവ. തസ്മൈ സഭജ്യാം യഥാത്സകനായ സഹോമയാം സ്വാഗതാസനവാദ്യാർഘ്യഗന്ധസ്രദ്ധൂപദീപകൈ ആഹാത്മാനുഭാവേന പൂർണ്ണകാമസ്യ തേ വിഭോ കരവാമ കിമീശാന ഏനേതം നിർവൃതം ജഗൽ നമഃ ശിവായ ശാന്തായ സത്വായ പ്രമൃഢായ ച യജോജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. സൂത ഉവാച ഏവം സുതാ സ ഭഗവാൻ ആദ്യേവ സുതാംഗതി പാരിദുഷ്ട പ്രസന്നാത്മാ പ്രഹസം തമഭാഷതാം. ശ്രീ ഭഗവാൻ വാചാവരം വൃണീശ്വത കാമം വരദേശാവയന്ത്രയ അമോഘം ദർശനം യേഷാം മർത്യോ യദ്ബിന്ദതേ വ്രതം ബ്രാഹ്മണാ സാധവശാന്താ നിസ്സംഖ്യാ ഭൂതവത്സല ഏകാന്ത ഭക്താസ്മാസോ നിർവൈരാസമദർശന ലോകാ ലോകപാലാം താൻ വദന്ത്യർച്ചന്ത്യുപാസതേ അഹം ച ഭഗവാൻ ബ്രഹ്മ സ്വയം ച ഹരിരീശ്വര അതേ മയ്യച്യുതേ ജയ ച പിതാമന്ന വിചക്ഷതേ നാത്മനശ്ച പരജനസ്യാപി തദ്യുഷ്മാൻ വയമീമഹി നമയാൻ തീർത്ഥാനി ന ദേവാചേതനോർജിതാ ഹേ പുനന്തിരുകാലേന യൂയം ദർശനമാത്ര ബ്രാഹ്മണേഭ്യോ നമസ്യാമോ യേസ്മദ്രൂപം ത്രീമയം ഭരത്യാത്മസമാധാന തപസ്വാധ്യായ സംയമേ ശ്രവണാൽ ദർശനാൽ ഭാവി മഹാപാതകിനോപി വാ ശുദ്ധേരന്ത്യജ്യാസ്യാപി കിമു സംഭാഷണാദിഭി. സൂത ഉവാച ഇതി ചന്ദ്രലാമസ്യ ധർമ്മഗുഹ്യോപബൃംഹിതം വചോമൃതായ നമൃഷിർനാദ്രവ്യ കർണയോപിബൻ സതിരം മായാ വിഷ്ണോർഭ്രാമിത കർഷിതോ ഭൃശം ശിവഭാഗമൃതധ്വസ്താക്ലേശ പുഞ്ചസ്തമബ്രവീരുവാച ഓ ഈശ്വരലീലേയം ദുർവിഭാവ്യം ശരീരിണാം എന്ന മഞ്ജീഷിതവ്യാനി സ്തുവന്തി ജഗദീശ്വര ധർമ്മം ഗ്രാഹയിതും പ്രായ പ്രവക്താരസദേഹിതാം ആചരന്യനുമോദന്തേ ക്രിയമാണം സ്തുവന്തി ച നീതാവതാ ഭഗവത സ്വമായാമയവൃത്തിഭി ന ദുഷ്യേത അനുഭാവൈസ്തൈർമായിന ഉഹം യഥാ ഋഗ്വേദം മനസാ വിശ്വമാത്മനാനം പ്രവിശ്യ ഗുണയ്യ പൂർവദ്ഭിരാഭാതി കർത്തേവ സ്വപ്നദൃഗ്യഥാ. തസ്മൈ നമോ ഭഗവതേ ത്രിഗുണായ ഗുണാത്മനെ കേവലായ അദ്വിതീയായ ഗുരവേ ബ്രഹ്മമൂർത്തയെ കംവർണയനു പരം ഭൂമൻ വരം ത്വദ്വരദർശനാൽ
യദ്ദർശനാത് പൂർണ്ണകാമ സത്യകാമ പുമാൻ ഭവേത് പരമേകം വൃണേഥാപി പൂർണ്ണാത് കാമാഭിവർഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം പരേഷു തഥാ ത്വയി പരമേകം വൃണേഥാപി പൂർണ്ണാത് കാമാഭിവർഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തത്പരേഷു സൂത ഉവാച ഇത്യർത്ഥിതോഭിഷ്ടതശ്ച മുനിനാ സൂക്തയാ ഗിരാ തമാഹ ഭഗവാൻ സർവയാചാഭിനന്ദിത കാമോ മഹർഷേ സർവോയം ഭക്തിമാം ത്വമധോക്ഷതേ ആകൽപാന്തായ ച പുണ്യമചരാമരതാം തഥാ ജ്ഞാനം ത്രൈകാലികം ബ്രഹ്മൻ വിജ്ഞാനം ച വിരക്തിമൽ ബ്രഹ്മവർച്ചസ്വിനോ ഭൂയാൻ പുരാണാചാര്യതാസ്തുതേ സൂത ഉവാച ഏവം വരാൻ സ മുനയത് രാഗാദ്രക്ഷീശ്വര കർമ്മ കഥയൻ അനുഭൂതം പുരാമുന സോപ്യാവാപ്ത മഹായോഗ മഹിമാ ഭാർഗവോത്തമ വിചരത്യധുനാപ്യബ്ധ ഹരാവേകാന്തതാം ഗതാം അനുവർണിതമേതത്തെ മാർക്കണ്ഡേയസ്യ ധീമത അനുഭൂതം ഭഗവതോ മായാ വൈഭവമദ്ഭുതം ഏതർക്കേചിത വിദ്വാംസോ മായാ സംസൃതിമാത്മന അനാദ്യാവർത്തിതം നൃണാം കഥാചിൽക്കം പ്രദക്ഷതേ ഏവമേതർ ഭൃഗുപര്യവർണിതം രഥാംഗപാണേരനുഭാവഭാവിതം സംസ്രാവേൽ സംസൃണുയാദുതാഉഭൗ വർണ്ണകർമാശയ സംസ്കൃതിർഭവേത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദശമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ ദിവസത്തെയും പോലെ ഒരു 10 മിനിറ്റ് നമുക്ക് നിർത്താം. ഇപ്പൊ വായിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി 3 അധ്യായങ്ങളും കൂടി നമുക്ക് പാരായണം ചെയ്യാനുള്ളൂ. പ്രത്യക്ഷ ഭഗവത് സ്വരൂപമായിട്ടുള്ള സൂര്യന്റെ ഗതിവിഗതികളെ കുറിച്ച് 11-ാമത്തെ അധ്യായം, അതായത് അടുത്ത അധ്യായത്തില് വർണ്ണിക്കുന്നു. പിന്നീട് ഭാഗവത സംഗ്രഹം അഥവാ 12-ാം അധ്യായം, പിന്നെ ഒരു മംഗളാധ്യായം. ഇപ്പോൾ നിർത്തി. ഇനി 10 മിനിറ്റ് കഴിയുമ്പോ അടുത്ത അധ്യായം വായിച്ച് പിന്നെ ഇന്നലെ വൈകുന്നേരം വായിച്ച ഭാഗങ്ങളും ഇന്ന് പ്രഭാതത്തിൽ വായിച്ച ഭാഗങ്ങളും എല്ലാം സമയം പോലെ നമുക്ക് വിശദമായി അനുസ്മരിക്കാം. ഇപ്പോ നമുക്ക് 10 മിനിറ്റ് നിർത്താം. നാരായണ 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 നാരായണ